Good evening. Good evening, ma'am. Good Good evening, ma'am. Good evening, ma'am. Good evening, ma'am. Good evening. Good evening, ma'am. Good evening. Okay, we can start. Who is going to do prayer? Yes, please. Miss Padgata, Yeah, yes. as we gather in the place today, Holy Spirit, come and have your way. Have your way. As we listen only faith, speak and voice of the only faith. Have your way. This is your house, your home. We welcome you, Lord, we welcome you. This is your house, your home. We welcome you today. Okay, very good, Monu. Thank you. Okay, then anyone for signing or thought of the day? മാം ഞാൻ സൈൻ ഇൻ ചെയ്യട്ടെ. Okay. ഗുഡ് ഈവനിങ് മാം. ഗുഡ് ഈവനിങ് ഓൾ. ഞാൻ ഇന്ന് എൻ്റെ പേര് പ്രിയ. ഞാൻ ഇന്നൊരു ചെറിയ ചോദ്യം ചോദിച്ചുകൊണ്ട് നമ്മുടെ ക്ലാസ്സിലെല്ലാവരെയും ക്ലാസ്സിലേക്ക് വെൽക്കം ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ അക്ബർ ചക്രവർത്തി ബീർബലിനോട് ചോദിച്ചു, ഒരു വാചകം ചുവരിൽ എഴുതാൻ പറഞ്ഞു. ആ സെന്റൻസ് കാണുമ്പോൾ ദുഃഖമുള്ളവർക്ക് സന്തോഷവും സന്തോഷമുള്ളവർക്ക് ദുഃഖവും വരും, അങ്ങനെയുള്ളൊരു സെന്റൻസ് ആയിരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ബീർബൽ അതുപോലുള്ളൊരു സെന്റൻസ് തന്നെ എഴുതി. എന്തായിരിക്കും അത്? ഇതും കടന്നു പോകും. എന്തോ? ഇതും കടന്നു പോകും. അതെ, ഈ സമയവും കടന്നു പോകും. അത് തന്നെ. ശരിയാണ്. ഓക്കെ, താങ്ക് യു മാം. വെരി ഗുഡ്, പ്രിയ. ഇതൊരു തോട്ട് പ്രൊവോക്കിംഗ് തന്നെയാണ്. നമ്മളെല്ലാരും ചിന്തിക്കല്ലേ, അമിതമായി സന്തോഷിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ ആ ഒരു തോട്ട് വരും, വിഷമിക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ ആ തോട്ട് വരും. വെരി നൈസ്. ഓക്കെ, ഫൈൻ. സോ മേ ബി എന്റെ ഈ ആഴ്ചത്തെ ഈ ആഴ്ച മീൻസ് നിങ്ങളുടെ ഈ ടേം എക്സാമിന് മുമ്പുള്ള ലാസ്റ്റ് ക്ലാസ് ആയിരിക്കും ഇത്. എക്സാം ഡേറ്റ് മാറ്റിയിട്ടുണ്ട്. ആണോ? എന്താണ്? 27th 27th. ഓക്കെ, ക്രിസ്മസ്, ആഫ്റ്റർ ക്രിസ്മസ് അല്ലേ? സോ ക്ലാസ് എന്ന് വരെയെന്ന് വല്ലതും പറഞ്ഞിട്ടുണ്ടോ? മീൻസ് എനിക്ക് നോട്ടിഫിക്കേഷൻ ഒന്നും വന്നില്ല, അതുകൊണ്ടാണേ. ഇല്ല, ക്ലാസിന്റെ കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. സോ മേ ബി നിങ്ങൾക്ക് അവധി തന്നെ ആയിരിക്കും 14th തുടങ്ങിയ, ഫ്രം 14th onwards. ബട്ട് വൺ മോർ തിങ്, ഫ്രം സാറ്റർഡേ ഓൺവേർഡ്സ് PG classes are started. This Saturday PGക്ക് ഉള്ളവർക്കെല്ലാം സാറ്റർഡേ ഓൺവേർഡ്സ് നമ്മള് പ്ലാൻ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? ലൈക്ക് മൊഡ്യൂൾ 3 മൊഡ്യൂൾ 2 ഓൾമോസ്റ്റ് നിങ്ങളുടെ കഴിഞ്ഞിട്ടുണ്ടാവും അല്ലെ? ഇംഗ്ലീഷ് എന്തായി അതിന്റെ അവസ്ഥ എന്താ? വാട്ട്സ് ദ സിറ്റുവേഷൻ? കുറച്ചും കൂടി ഉണ്ട് കഴിയാനായിട്ട്. കുറച്ച് അധികം ടോപ്പിക് ഉണ്ട്. ഓക്കെ, അപ്പൊ ഞാൻ ഇൻ ബിറ്റ്വീൻ നമ്മളുടെ ഓരോ യൂണിറ്റ്സിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും തരാം. 27th എക്സാം, നിങ്ങൾക്ക് റിലാക്സ് ചെയ്ത് പഠിക്കാനുള്ള സമയമുണ്ട്.
ഓക്കെ ഫൈൻ. ദെൻ മോഡ്യൂൾ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മോക്ക് ടെസ്റ്റുകൾ ഉണ്ടാവില്ല, അത് ഓൺലി പ്രാക്ടിക്കൽ സെഷൻ ആയിരിക്കും മോഡ്യൂൾ 3. മോഡ്യൂൾ ഈ ഒരു ടേം എക്സാം കഴിയുമ്പോഴേക്കും നെക്സ്റ്റ് മോഡ്യൂൾ 3 ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുക. ഈ അപ്പൊ നിങ്ങളുടെ ക്ലാസ്സസ് മീൻസ് കോമൺ ക്ലാസ്സസ് ഡിപ്ലോമക്കാർക്കും കൂടിയുള്ള ആ കോമൺ ക്ലാസ്സസ് മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ ആയിട്ട് കുറയും. 3 ക്ലാസ്സസ് പെർ വീക്ക് ആകും. തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ ആണ് ഈ PG ക്ലാസ്സസ്. ക്ലിയർ ആയോ? അതായത് 3 ഡേയ്സ് ഡിപ്ലോമ ക്ലാസ്സസ് വരും, 3 ഡേയ്സ് PG ക്ലാസ്സസ് വരും. അപ്പം ഡിപ്ലോമ മാത്രമായിട്ടുള്ളവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി ദിവസങ്ങളിൽ യു ഹാവ് ഇനഫ് ടൈം ഫോർ കംപ്ലീറ്റിംഗ് യുവർ റെക്കോർഡ്സ്, അസൈൻമെന്റ്സ്, ആക്ടിവിറ്റീസ്, അങ്ങനെ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാം. ആൻഡ് പ്ലാനിങ് ഫോർ വൺ മോർ തിങ്, ലൈക്ക് ഡിപ്ലോമക്കാർക്ക് അപ്പൊ വേറെ എക്സാം ആയിരിക്കും, അവരുടെ വൈവ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഒരു നിങ്ങൾ ഏപ്രിൽ ബാച്ച് അല്ലേ, നിങ്ങൾക്കൊരു ഫെബ്രുവരി മാർച്ച് ആ ഒരു സമയത്ത് ഡിപ്ലോമക്കാരുടെ ആദ്യം അങ്ങ് തീർക്കും. വൈവ എക്സാംസ് ഒക്കെ അങ്ങ് നേരത്തെ തീർക്കും. ജസ്റ്റ് കുറച്ച് ടൈം ഗ്യാപ്പ് കഴിയുമ്പോൾ, അതായത് നമ്മുടെ 2 മോഡ്യൂൾസ് ഉണ്ട് PGക്കാർക്ക്, ആ 2 മോഡ്യൂളും കൂടെ ചേർത്ത് കഴിയുമ്പോഴേക്കും PGക്കാരുടെ എക്സാമും വൈവയും അങ്ങനെ കഴിയും ഏപ്രിലിനുള്ളിൽ തന്നെ. ഓക്കെ, ഓൾമോസ്റ്റ് ക്ലിയർ ആയെന്നുള്ളത്. നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും കേട്ടോ, മെസ്സേജ് വരും ക്ലാസ്സസ് എങ്ങനെയാണെന്നുള്ളത്. 1 ഡേ ട്യൂസ്ഡേ ആ ഒരു രീതിയിലെ ക്ലാസ്സസ് എങ്ങനെയാണെന്നുള്ള കാര്യം വരും. എന്തോ ഡിപ്ലോമക്കാർക്ക് 2 എക്സാം ആയിരിക്കും. ആയിരിക്കും, കാരണം PGക്ക് 5 മോഡ്യൂൾ ഉണ്ടല്ലോ. അപ്പൊ ഡിപ്ലോമ എഴുതുന്നവരുടെ കൂടെ PGക്കാർ എഴുതേണ്ട ആവശ്യമില്ലേ? ഏതാണ്? ഈ നമ്മള് ഡിപ്ലോമ എഴുതുമ്പോ അതിനകത്ത് പാർട്ട് 3 ഒക്കെ വരത്തില്ലേ? വരുമല്ലോ. അപ്പൊ അത് നമ്മൾ എഴുതണമല്ലോ, PGക്കാർ എഴുതണമല്ലോ. പാർട്ട് 3 എന്താ ഉദ്ദേശിച്ചത്? അങ്ങനല്ല, നമുക്ക് മൊത്തം വരുന്നില്ലേ? അതെ, 5 മോഡ്യൂള്. 5 മൊഡ്യൂള്. അപ്പൊ 2 പേർക്കും 2 എക്സാം ആയിരിക്കുമോന്ന് ചോദിച്ചത്. ഡിപ്ലോമയ്ക്ക് 3 മോഡ്യൂൾ അല്ലേ ഉള്ളൂ. ഞങ്ങൾക്കും അതുപോലെ തന്നെയായിരുന്നു. 2 ടെക്സ്റ്റ്, 2 സബ്ജക്ട് ഞങ്ങൾക്ക് കൂടുതലായിരുന്നു. അപ്പൊ ഇവരെഴുതുന്ന എക്സാം ഞങ്ങൾ എഴുതണ്ടേന്നാ ഞാൻ ചോദിച്ചത്. ഇവർക്ക് സെപ്പറേറ്റ് എക്സാം ആയിരിക്കുമോ, ഞങ്ങൾക്ക് സെപ്പറേറ്റ് എക്സാം ആയിരിക്കുമോന്ന് ചോദിച്ചത്. നിങ്ങളുടെ കണ്ടന്റ് വേറെയും ഇവരുടെ കണ്ടന്റ് വേറെയല്ലേ. മോഡ്യൂൾ 3 വരെയല്ലേ ഒരേപോലെ ഉള്ളൂ. അങ്ങനെ ശരി. അപ്പൊ 2 എക്സാമിനായിട്ട് നടത്താൻ പറ്റുള്ളൂ, കാരണം ബാക്കി 2 മോഡ്യൂൾസ് ഇവർക്കില്ലല്ലോ. അപ്പൊ 2 എക്സാം നടത്തുന്നേ എക്സാം ആയിരിക്കും. ശരി. ഓക്കെ ഫൈൻ. സോ അതിനുള്ള കൺഫർമേഷൻ ആണ്. എന്ത് മൊഡ്യൂൾ 1 അപ്പൊ വീണ്ടും എക്സാം കാണുമോ? യെസ്, തീർച്ചയായിട്ടും. മോഡൽ എക്സാം ഉണ്ടാവും, മെയിൻ എക്സാം ഉണ്ടാവും. മെയിൻ എക്സാം എഴുതാൻ പറ്റാത്ത റീ എക്സാം ഉണ്ടാവും. റീ എക്സാം അതിന് വീണ്ടും രജിസ്റ്റർ ചെയ്യോ, അങ്ങനെ ഫീ അടച്ച് രജിസ്റ്റർ ചെയ്യേണ്ടവരെന്തോ. മെയിൻ എക്സാമിന്റെ റീ എക്സാം ഉണ്ടാവും. ഒരു ഡൗട്ട് കൂടെ ചോദിച്ചോട്ടെ? ചോദിക്കൂ. മോഡ്യൂൾ 3 ഇപ്പൊ പ്രാക്ടിക്കൽ അല്ലേ നമുക്ക്, അപ്പൊ നമുക്ക് മോക്ക് ടെക്സ്റ്റ് ഉണ്ടാവില്ലെന്ന് പറഞ്ഞില്ലേ? അപ്പൊ മെയിൻ എക്സാമിന് നമുക്ക് മോഡ്യൂൾ 1ഉം 2ഉം മാത്രമാണോ ക്വസ്റ്റ്യൻ ഇൻക്ലൂഡ് ചെയ്യുള്ളൂ? 3യുടെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ലേ? 3യുടെ ക്വസ്റ്റ്യൻസ് അത് വൈവേലായിരിക്കും, പ്രാക്ടിക്കൽസ് അല്ലേ. ഓക്കെ മാം. പിന്നെ ചോദിക്കാവുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സെൻസോറിയൽ അങ്ങനത്തെ കാര്യങ്ങളല്ലേ. ഈവൻ പ്രാക്ടിക്കൽസ് ആണെങ്കിലും വൈവയ്ക്ക് വേണ്ടി നമ്മൾ പഠിക്കുമ്പോൾ അതിൽ നിന്നൊരു ക്വസ്റ്റ്യൻസ് ഇപ്പൊ ലൈക്ക് എന്താ പറയാ, നിങ്ങൾക്ക് അതിനകത്ത് മെറ്റീരിയൽസ് ഒന്നും കാണിച്ചു തുടങ്ങിയിട്ടല്ലോ. മീൻസ് അഡീഷണൽ യൂസ് ചെയ്യുന്ന ഒരു മോണ്ടിസോറി മെറ്റീരിയൽ ഏതാണ്, അല്ലെങ്കിൽ ലാംഗ്വേജ് ഡെവലപ്മെന്റിന് യൂസ് ചെയ്യുന്ന മോണ്ടിസോറി മെറ്റീരിയൽ ഏതാണ്, അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുമല്ലോ. ഇപ്പോ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ഫോർ ലാംഗ്വേജ് ഏതാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്, സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് എന്നുള്ളത് ആ ഒരു ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ ആൻസർ ചെയ്യാൻ അതൊക്കെ പറ്റില്ലേ? അതൊക്കെ ഓക്കെ അല്ലേ? അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരാം. കാരണം പ്രാക്ടിക്കൽസ് നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ ചെയ്ത് കഴിഞ്ഞു. മീൻസ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമുക്ക് മെയിൻ എക്സാം വരുമ്പോഴേക്കും അങ്ങനെ ആ ഒരു പ്രാക്ടിക്കൽ ഏരിയയിൽ എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ആൻസർ ചെയ്യാനായിട്ട് പറ്റില്ലേ? അങ്ങനെ വരുമ്പോ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ലല്ലോ. എന്തോ
പ്രാക്ടിക്കൽ ഏരിയയിൽ നമുക്കിപ്പോ ഒരു നമ്മളിപ്പോ ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവം തന്നെ കാണിച്ചാൽ മതിയാവോ? അത് നമ്മൾ അപ്പൊ തന്നെ വേറെ ഉണ്ടാക്കി ഇത് കാണിക്കേണ്ടി വരും? അങ്ങനെയില്ല. ആ എന്തെല്ലാമാണോ അസൈൻമെന്റ് ആക്ടിവിറ്റി നിങ്ങൾക്ക് തന്നിരിക്കുന്നത് അത് റിലേറ്റഡ് ആയിട്ട് പിങ്ക് ടവറിന്റെ കാര്യം തന്നെ പറയാച്ചോ. അപ്പൊ നമ്മളോട് നമ്മൾ ഉണ്ടാക്കി വെച്ചങ്ങനെ എടുത്ത് കാണിച്ചാ പോരെ? പിങ്ക് ടവർ പിങ്ക് ടവർ ഒന്നും ഉണ്ടാക്കാൻ പറഞ്ഞിട്ടില്ല. ആ പിങ്ക് ടവർ റിലേറ്റഡ് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട് ഈസ് ദ സൈസ് ഓഫ് ദ ക്യൂബ്സ്, സൈസ് ഓഫ് ദ ക്യൂബ്സ് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ സൈസ് ഓപ്ഷനിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാം. 12 സെന്റിമീറ്ററിന് കൊടുത്തു കഴിഞ്ഞാൽ പിങ്ക് ടവറിൽ ആ ഒരു ഇതിലുള്ള ക്യൂബ് ഇല്ല, നമുക്കറിയാം. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഞാൻ ചോദിച്ചത്. അതൊക്കെ ഓക്കെ അല്ലേ? കാരണം നമ്മൾ ആ മെറ്റീരിയൽസിനെ കുറിച്ച് നമ്മൾ അവെയർ ആയിരിക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ വൈവയിൽ അങ്ങനെ ചോദിക്കാം, ഓറൽ ആയിട്ട് ചോദിക്കാം. വാട്ട് ഇസ് ദ സൈസ് ഓഫ് എനി ഓഫ് ദ ക്യൂബ്സ് ഓഫ് പിങ്ക് ടവർ, അല്ലെങ്കിൽ സൈസ് റേഞ്ച് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാൻ പറ്റില്ലേ 1 സെന്റിമീറ്റർ തുടങ്ങി 10 സെന്റിമീറ്റർ വരെയാണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുള്ളൂ, അല്ലാതെ അതിന്റെ വെച്ച് ആക്ടിവിറ്റി കാണിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. കാരണം നമ്മുടെ കയ്യിൽ പിങ്ക് ടവർ ഇല്ല. അങ്ങനെ പേഴ്സണലി ആർക്കും ഒരു മെറ്റീരിയലിന്റെ ഒരു സെറ്റ് ഒന്നും കയ്യിൽ വെച്ചുകൊണ്ടല്ലോ നമ്മൾ കേൾക്കുന്നത്. ബട്ട് ചിലതൊക്കെ നിങ്ങളോട് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ്, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ ആൽഫബറ്റ്സോ നമ്പേഴ്സോ ഒക്കെ എന്തെങ്കിലും വെച്ചിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതേതെങ്കിലും കാണിക്കാൻ പറയാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ജനറലി യൂസ് ചെയ്യുന്ന വേർഡ്സിന്റെ കാർഡ്സ് ഉണ്ടെങ്കിൽ അത് കാണിക്കാൻ ചോദിക്കാം. പിന്നെ കളക്ഷൻ ബുക്ക് നമ്മുടെ റെക്കോർഡ് ഉണ്ടല്ലോ, സേ എനി 5 ഡൊമസ്റ്റിക് അപ്ലയൻസസ്, അങ്ങനെ എന്തെങ്കിലും അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുള്ളൂ. മീൻസ് നിങ്ങൾ എന്താണോ ചെയ്തിരിക്കുന്നത് അത് റിലേറ്റഡ്. പിന്നെ ചില സിറ്റുവേഷൻസ് തരും, ആ സിറ്റുവേഷൻ തന്നിട്ട് അത് നിങ്ങൾ എങ്ങനെ മാനേജ് ചെയ്യും. ലൈക്ക് ഒരു കുട്ടിയെ നമ്പേഴ്സ് പഠിപ്പിക്കണം, ചെറിയ കുട്ടിയാണ്, ആദ്യമായിട്ട് ക്ലാസ്സിൽ വരുന്നു, ആ കുട്ടിയെ നമ്പേഴ്സ് പഠിപ്പിക്കണം, കൗണ്ടിങ് പഠിപ്പിക്കണം. എന്ത് മെത്തേഡാണ് നിങ്ങൾ എടുക്കുന്നത്? അതൊരു ആൻസർ അല്ല, നമ്മളുടെ പോയിന്റ് ഓഫ് വ്യൂല ഒരു ആക്ടിവിറ്റി. ചിലരത് ത്രൂ റൈംസ് പഠിപ്പിക്കുമായിരിക്കും, ചിലരെന്തെങ്കിലും ഗെയിമിലൂടെ പഠിപ്പിക്കുമായിരിക്കും, ചിലരെന്തെങ്കിലും എന്താ പറയാ റോൾ പ്ലേയിലൂടെ പഠിപ്പിക്കുകയായിരിക്കും, സ്റ്റോറീസിലൂടെ പഠിപ്പിക്കുകയായിരിക്കും. അങ്ങനെ എന്താണോ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അത് പറയാന്നേ ഉള്ളൂ. അപ്പൊ ആ ഒരു പ്രോംപ്റ്റ് റെസ്പോൺസ്, അതിനാണ് നമ്മൾ വാല്യൂ ചെയ്യുന്നത്, അത്രേ ഉള്ളൂ. അതല്ല കുറേ നേരം ആലോചിച്ചിട്ട് അതിനൊരു റെസ്പോണ്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലൊക്കെ ഇരിക്കുമ്പോഴാണ് അങ്ങനെ നോക്കുള്ളൂ. ക്ലിയർ ആയില്ലേ? ഒരു ആൻസർ അല്ല, നമുക്ക് ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അതിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, ആ ഒരു പ്രോംപ്റ്റ് റെസ്പോൺസ് ഫെസിലിറ്റേറ്റർക്ക് ഉണ്ടോ എന്നുള്ള ഒരു, അതിപ്പോ ഇന്റർവ്യൂവിനൊക്കെ ചെല്ലുമ്പോ അങ്ങനെയല്ലേ. ഓക്കെ, അല്ലാണ്ട് നമ്മളുടെ നോളജ്, നമുക്ക് ജനറൽ നോളജ് ഉണ്ടോ, കറണ്ട് അഫയേഴ്സ് ഉണ്ടോ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കില്ല. മാം വൈവ എന്ന് പറഞ്ഞ എത്ര മിനിറ്റ് ടൈം എങ്ങനെയായിരിക്കും? ഹാഫ് ആൻ അവർ അങ്ങനെയാണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്? ഒരു 20 to 30 minutes ഒക്കെ ആണ് ഉദ്ദേശിക്കുന്നത്. ഡിപ്പെൻസ്. കാരണം ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലല്ലോ ഓൺലൈനിൽ വൈവ. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾക്കൊക്കെ 1.5 മണിക്കൂറായിരുന്നു, ഒരാൾക്ക് 1.5 hours ആയിരുന്നു. നമ്മൾക്ക് അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് ഞങ്ങളുടെ സബ്ജക്ട് ഇപ്പൊ 6 സബ്ജക്ട് ഉണ്ടെങ്കിൽ 100 മാർക്കില് 60 മാർക്ക് മാത്രമാണ് തിയറി എക്സാമിനുള്ളൂ. ബാക്കി 40 മാർക്കും ആ സബ്ജക്ട് റിലേറ്റഡ് പ്രാക്ടിക്കൽസാ. അപ്പോ 6 സബ്ജക്റ്റിന് 40 മാർക്സ് ഈച്ച് വെച്ചിട്ട്, അത് 240 മാർക്സ് കൊടുക്കണമെങ്കിൽ 1.5 മണിക്കൂറെങ്കിലും വൈവ ചെയ്യണുള്ളൂ. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ വന്നത്. നിങ്ങളുടെ മാർക്ക് ഡിവിഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ സജസ്റ്റ് ചെയ്തിരിക്കുന്നത് ഓവറോൾ 100 മാർക്സിലെ 80 മാർക്സ് ഫോർ തിയറി എക്സാം, 20 മാർക്സ് ഫോർ വൈവ, പ്രാക്ടിക്കൽസ്, റെക്കോർഡ് റൈറ്റിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എന്ന് വെച്ചിട്ടാണ് നമ്മൾ വാല്യൂ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. മാറ്റമൊന്നുമില്ല. എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ അത് അറിയിക്കും. നമ്മളിപ്പോ സബ്ജക്ട് വൈസ് മീൻസ് ഓരോ പേപ്പർ വൈസ് അങ്ങനെയല്ലല്ലോ, ഒരുമിച്ചുള്ള എക്സാംസ് അല്ലേ. ഇനി അങ്ങനെ ആക്കണോ അതൊക്കെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ, ഓരോ പേപ്പറായിട്ട്. ഇപ്പൊ 3 മോഡ്യൂൾ ഉണ്ടെങ്കിൽ ഓരോ മോഡ്യൂളിനും ഓരോ എക്സാം, ആ രീതിയിൽ ചെയ്യണം. അങ്ങനെയൊക്കെ ഡിസ്കഷൻ ഉണ്ട്, ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഇതാണ് വൈവ. എന്തായാലും ഓൺലൈൻ ആയതുകൊണ്ട് 20 to 30 minutes, മാക്സിമം ഹാഫ് ആൻ അവർ. നമുക്ക് അത്രയും നേരം ഇരിക്കാൻ പറ്റില്ലല്ലോ ഓൺലൈനില്, നേരിട്ട് വരുന്ന പോലെ അല്ലല്ലോ. മാം, നമ്മളോട് ഡോൾ മേക്കിംഗ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞില്ലേ, അതിപ്പോ നമ്മുടെ പ്രാക്ടിക്കൽ സെക്ഷൻ മൊഡ്യൂൾ 3 എടുക്കുമ്പോഴാണോ അത് കണ്ടിന്യൂ ചെയ്യുന്നത്?
മോഡ്യൂൾ 3 അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. നമ്മൾ അപ്പൊ ആൾട്ടർനേറ്റ് നമ്മളുടെ കോഴ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ സൈഡായിട്ട് പഠിക്കുന്നതാണ് ആ ആക്ടിവിറ്റി. മോഡ്യൂൾ 3 കംപ്ലീറ്റ്ലി ഡിപ്പെൻഡിങ് ഓൺ പ്രാക്ടിക്കൽ ഏരിയാസ് ലൈക്ക് കിച്ചണിൽ എന്തൊക്കെയാണ് ചെയ്യുന്നത്, പിന്നെ സെൻസോറി ഏരിയ, നമ്മളുടെ ഓൾ ദ സെൻസസ് വെച്ചിട്ട് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ, ഒരു കുട്ടി അതിന്റെ സെൻസസ് യൂസ് ചെയ്തിട്ട് എങ്ങനെ പഠിക്കുന്നു, അത് റിലേറ്റഡ് മെറ്റീരിയൽസ് ആണ്. അതായത് മോണ്ടിസോറി ഡിസൈൻ ചെയ്ത മെറ്റീരിയൽസ് കൊണ്ടുള്ള പ്രാക്ടിക്കൽ ഏരിയയാണ് മോഡ്യൂൾ 3. മോണ്ടിസോറി ഡിസൈൻ ചെയ്ത ആർക്കാണ്? 3 to 6 ഏജ് ഗ്രൂപ്പിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ട്രെയിനീസ് അത് പ്രാക്ടീസ് ചെയ്യുന്നു. അതാണ് മോഡ്യൂൾ 3 എന്ന് പറയുന്നത്. നമുക്ക് അന്ന് കുറച്ച് ലിസ്റ്റ് തന്നില്ലായിരുന്നോ ഡോൾസ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിട്ട്? അപ്പൊ നമ്മളത് നേരത്തെ ഉണ്ടാക്കി വെച്ചാൽ മതിയോ? നമുക്കറിയുന്ന രീതി വെച്ചിട്ട് അങ്ങനെയുള്ള ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് സാധനങ്ങൾ ചെയ്തു വെച്ചാൽ മതി. ഇപ്പം സിയെ പഠിപ്പിച്ച ഫാബ്രിക് പെയിന്റിങ്, അങ്ങനെ കുട്ടികളെ കൊണ്ട് പലപ്പോഴും നമ്മൾ പെയിന്റിങ് ചെയ്യിക്കേണ്ടതായിട്ട് വരും. പിന്നെ ഡോൾസ് വെച്ചിട്ട് അവർ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ എന്തെങ്കിലും, അല്ലെങ്കിൽ കുട്ടികളെ കൊണ്ട് ചെറിയ സ്പഞ്ച് കൊണ്ട് ഡോൾ ഉണ്ടാക്കാനായിട്ട് പഠിപ്പിക്കാം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മളുടെ സൈഡിൽ നിന്ന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. നമ്മുടെ സിലബസിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങൾക്ക് സിലബസിലുണ്ടായിരുന്നു. ഒരു കാര്യം കൂടി, അന്ന് ബുക്കിൽ എഴുതാൻ പറഞ്ഞിരുന്നില്ലേ നമ്മുടെ ഒരു 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ്? അത് പലരും വിചാരിച്ചിരിക്കുന്നത് സബ്മിറ്റ് ചെയ്യണ്ടെന്നാ. കാരണം ആ ക്വസ്റ്റ്യന്റെ താഴെ തന്നെ അത് വൈവയുടെ സമയത്ത് കാണിച്ചാൽ മതി എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ പലരും അത് സബ്മിറ്റ് ചെയ്തിട്ടില്ല. അത് മാർക്കിൽ വന്നേക്കുന്നത് നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 100 മാർക്ക് ഇട്ടിട്ടുണ്ട് ഓഫീസിൽ നിന്ന്. അപ്പൊ ഇപ്പൊ കുറച്ച് പേരൊക്കെ ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ ഡൗട്ട് പറഞ്ഞു കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്തില്ലേന്ന് ചോദിച്ചപ്പോൾ പലരും ചെയ്തിട്ടില്ല. അത് ചെയ്യണ്ടല്ലോ, അത് വൈവയുടെ സമയത്ത് കാണിച്ചാൽ മതിയല്ലോ എന്ന് പറയുന്നുണ്ട്. ചെയ്യാതെ അത് കാണിക്കാൻ പറ്റില്ലല്ലോ. കാരണം വൈവ സമയത്ത് ഐ ക്യാൻ ആസ്ക് എ ക്വസ്റ്റ്യൻ ലൈക്ക് ഏതെങ്കിലും ഒരു ഫേമസ് ടീച്ചറെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക, പ്രസന്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണ്ടേ? അത് സബ്മിറ്റ് ചെയ്യാനും ഉണ്ട്. സബ്മിറ്റ് ചെയ്യണ്ട, കാരണം ഇത്രയും ബുക്സ്, അത് ഇത്രയും പേജസ് സബ്മിറ്റ് ചെയ്യണ്ടേ? സബ്മിഷൻ നമുക്ക് വന്നിട്ടുണ്ട് ഓഫീസിൽ നിന്ന്, സബ്മിഷനിലാണ് വന്നേക്കുന്നത്. നമ്മളത് പലരും സബ്മിറ്റ് ചെയ്തു, പലർക്കും മാർക്ക് വന്നു. ചിലർക്കത് സബ്മിറ്റ് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു കൺഫ്യൂഷൻ കിടക്കുന്നുണ്ട് പലർക്കും. ടീച്ചറെ അപ്പൊ നമ്മളിപ്പോ അത്രയും ഇത് നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോ എങ്ങനെ PDF ആക്കിയിട്ട് സബ്മിറ്റ് ചെയ്യണോ, അതോ മറ്റേ ഇതൊക്കെ സബ്മിറ്റ് ചെയ്തോണം തന്നെയാണോ? PDF ആക്കി സബ്മിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ക്ലാരിറ്റി ഉണ്ടാവും. ഇമേജിനേക്കാളും PDF ആക്കി സബ്മിറ്റ് ചെയ്യുവാണെങ്കിൽ, സ്കാനറൊക്കെ വെച്ചിട്ടോ അക്രോബാറ്റ് റീഡറൊക്കെ വെച്ചിട്ട് സബ്മിറ്റ് ചെയ്യുവാണെങ്കിൽ അതായിരിക്കും നല്ലത്. ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതെന്താ ഒരു കമ്മ്യൂണിക്കേഷന്റെ പ്രോബ്ലം ആയിരിക്കും. ഞാൻ ചോദിച്ചു നോക്കാം. എഴുതി വെക്കാൻ പറഞ്ഞായിരുന്നു, സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞ ഞാനും കേട്ടില്ലായിരുന്നേ. ഞാനിപ്പോഴത് കേട്ടെ. ഞാൻ ബുക്ക് റെക്കോർഡൊന്നും സബ്മിഷൻ പറഞ്ഞിട്ടില്ല. അസൈൻമെന്റ് ആയിട്ട്, അത് അസൈൻമെന്റിന് കൊടുത്തതുകൊണ്ടായിരിക്കാം സബ്മിഷൻ എന്ന് വിചാരിച്ചത്. എത്ര ഉണ്ട് എന്നുള്ളത് അറിയില്ല. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ഓരോന്നായിട്ട് ഓരോ ക്വസ്റ്റ്യന്റെ ആൻസർ അപ്പോഴും കൂടുതലാ. കാരണം 10 ടീച്ചേഴ്സിനെ കുറിച്ച് എഴുതാൻ തന്നെ ഉണ്ടാവും കുറെ. അത് സബ്മിറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ലൊരു ടാസ്ക് തന്നെയാണ്. പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ ഓഫീസിൽ 5 എണ്ണമാണ് ഇട്ടിട്ടുള്ളൂ. നമുക്ക് 5 ടീച്ചേഴ്സിനെ കുറിച്ച് എഴുതിയാൽ മതി എന്നാണ് ഇട്ടേക്കുന്നത്. ഞാൻ കുറച്ചതായിരിക്കും എന്നാ. ഓക്കെ തന്നെ. അപ്പോ ഈ ഒരു പാർട്ട് 3 ലാസ്റ്റ് യൂണിറ്റ് ആണ് മോണ്ടിസോറി ടേംസ്. മോണ്ടിസോറി ടേംസ് നിങ്ങളുടെ PDF-ൽ കൊടുത്തിരിക്കുന്ന അല്ല, വേറെ പലതിലും കൊടുത്തിരിക്കുന്നത്. എനിവേ നമുക്ക് അതെന്താന്ന് നോക്കാം. മിസ്, യെസ്, അതെ, എനിക്ക് മോക്കെ എന്നോട് പറഞ്ഞേ തോട്ട് ഫോർഡേ പറയണോന്ന് പറഞ്ഞിട്ട് തുടങ്ങിയപ്പോ തൊട്ടിരിക്കുന്ന സംശയങ്ങളുണ്ട്. ഞാൻ പറഞ്ഞു പറയണ്ട, കുറച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ മിസ് ക്ലാസ് എടുക്കാൻ തുടങ്ങിയപ്പോ അവിടെ പിണങ്ങി ഇരിപ്പുണ്ട്. ഒന്ന് പറഞ്ഞോട്ടെ. പറയാൻ പറയും പ്ലീസ്. Education is a passport to the future. For tomorrow belongs to the peoples who prepare it today. വിദ്യാഭ്യാസം എന്നത് ഭാവിയിലേക്ക് ഉള്ള പാസ്പോർട്ടാണ്. നാളേക്ക് വേണ്ടി ഇന്ന് തന്നെ തയ്യാറെടുക്കണം. താങ്ക് യു. വെരി ഗുഡ്. നല്ല തോട്ടാണല്ലോ മോളെ. ശരിക്കും എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ് ശരിക്കും ഫീൽ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ദാറ്റ്സ് വെരി നൈസ്.
So okay, so Montessori terms ആണ് നമ്മൾ ഇനി next one. ഓക്കെ, മോണ്ടിസോറി ടേംസ് നമ്മൾ നോക്കുവാണെങ്കിൽ കുറേ ഉണ്ട്. നമ്മളുടെ ഈ റെഫറൻസ് PDF കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. കുറെ മോണ്ടിസോറി കൺസെപ്റ്റ്, മോണ്ടിസോറി ടേംസ്, പാരന്റ്സ് അറിഞ്ഞിരിക്കേണ്ടത്, മോണ്ടിസോറി ട്രെയിനർ ആകാൻ പോകുന്നവർ അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങള് കുറെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ലൈക്ക് അബ്സോർബൻ മൈൻഡ് ആണെന്ന്, എന്തും ഇങ്ങനെ പിടിച്ചെടുക്കാനുള്ളത്, ഇങ്ങനെ വലിച്ചെടുക്കാനുള്ള ഒരു മൈൻഡ് ആയിരിക്കും അവർക്കുള്ളത്. പിന്നെ കൺട്രോൾ ഓഫ് എറർ, ഇതൊക്കെ മോണ്ടിസോറി കൺസെപ്റ്റിൽ വരുന്നതാണ്. പിന്നെ അവരുടെ മൂവ്മെന്റിന്റെ ഒരു കോർഡിനേഷൻ, ബാലൻസ്, അത് പിന്നെ ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ്, അതെല്ലാം നമ്മൾ പറഞ്ഞു. ഗ്രേസ് ആൻഡ് ഹേർട്സി, എപ്പോഴും ഒരു റെസ്പെക്ട്, ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, അതെല്ലാം കാണിക്കണം. പിന്നെ ലേണിംഗ് ത്രൂ പ്ലേ, അതൊരു കൺസെപ്റ്റ് ആണ്. പിന്നെ മിക്സഡ് ഏജ് ആയിട്ടുള്ള ഗ്രൂപ്പുകളായിരിക്കും. അപ്പൊ ഇതെല്ലാമാണ് ഇതിൽ വരുന്ന കുറെ ഒരു കൺസെപ്റ്റുകളും ടേംസും. പിന്നെ പ്രാക്ടിക്കൽ ലൈഫ് ഉണ്ട്, പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ഉണ്ട്. പ്രാക്ടിക്കൽ ലൈഫ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ വീടുകളിൽ നമ്മളുടെ പ്രാക്ടിക്കൽ ഏരിയ എന്ന് പറയുന്നത് കിച്ചൺ ആയിരിക്കും. അപ്പോൾ കുട്ടികളെ കിച്ചണിലേക്ക് കൊണ്ടുപോയി അവരെ പ്രാക്ടിക്കൽസ് ചെയ്യിക്കണം എന്നുള്ളതാണ്. നമ്മളുടെ മോഡ്യൂൾ 3 ഫസ്റ്റ് ഏരിയ ആണ് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ. അവിടെ കുട്ടികൾക്ക് നിറയെ കിച്ചണിൽ നമ്മൾ സാധനങ്ങളെല്ലാം എങ്ങനെ വെക്കുന്നു, അങ്ങനെ വാട്ടർ ഏരിയ ഉണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ലെമണേഡ് ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽസ് ഉണ്ടാകും, കുക്കീസ് ഉണ്ടാക്കാനായിട്ട്, അങ്ങനെ പലതും ചെയ്യാനായിട്ടുള്ളതുണ്ടാവും. പിന്നെ ജഗ്ഗിലേക്ക് വാട്ടർ പോർ ചെയ്യാം, അതുപോലെ തന്നെ പൾസസ്, സെറിയൽസ്, അതെല്ലാം കണ്ടെയ്നേഴ്സിലേക്ക് വെക്കുക, അങ്ങനെ കുറെ കാര്യങ്ങൾ. പിന്നെ പ്രിപ്പയർഡ് എൻവയോൺമെന്റ്, ഇവരുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് എല്ലാ ഏരിയയിലും ഉള്ള മെറ്റീരിയൽസ് എല്ലാം കറക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പ്രിപ്പയർഡ് എൻവയോൺമെന്റ് ഉണ്ടാകും. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെയാണ് ഈ മോണ്ടിസോറി കൺസെപ്റ്റിലും മെറ്റീരിയൽ ടേംസിലും വരുന്നത്. അത് കുറെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ നമുക്ക് കിട്ടും. പിന്നെ കാസാഡി മാപ്പിനി, അതെന്താന്ന് നമുക്കറിയാം, ഇറ്റാലിയൻ വേർഡാണ്. ചിൽഡ്രൻസ് ഹൗസ് എന്നാണ് അറിയപ്പെടുന്നത്. പിന്നെ ഇവിടെ ഐസൊലേഷൻ ഒരു കാര്യമുണ്ട്. ഈ ഐസൊലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നത്തിങ് ബട്ട് അങ്ങനെ ഇൻട്രോവേർട്ട് ആവുക എന്നുള്ളതല്ല. കുട്ടികൾ ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് അവർ ചിലപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ചെയ്യും. അവര് അങ്ങനെ ഐസൊലേറ്റഡ് ആവുക എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഫോർ ഹാപ്പി ലേണിംഗ്. അതിന് വേണ്ടിയിട്ട് ആ ഒരു ആക്ടിവിറ്റി അവർക്ക് കോൺസെൻട്രേഷനോട് കൂടി ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഐസൊലേഷൻ അല്ലെങ്കിൽ ലോൺലിനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇൻട്രോവേർട്ട് എന്നുള്ള ആ ഒരു മീനിങ് അല്ല ശരിക്കും. പിന്നെ നോർമലൈസേഷൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നോർമലൈസേഷൻ എന്ന് പറയുന്നത് സെൻസിറ്റീവ് പീരീഡ്, സെൻസോറിയൽ സെൻസസുമായിട്ട് കണക്ട് ചെയ്യുന്ന പല കാര്യങ്ങൾ, ഇതൊക്കെയാണ് മോണ്ടിസോറി കൺസെപ്റ്റും മോണ്ടിസോറി ടേം ആയിട്ട് പറയുന്നത്. നമ്മൾക്ക് ഇതിൽ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. മോണ്ടിസോറി ടേമിൽ ഫസ്റ്റ് പറയുന്നത് അഡാപ്ഷൻ ആണ്. അഡാപ്ഷൻ അതിപ്പോ ഒരു കുട്ടിക്കെന്ന് തന്നെയല്ല, എല്ലാ മനുഷ്യരിലും ആ ഒരു അഡാപ്റ്റീവ് ആയിട്ടുള്ള നേച്ചർ വേണം എന്ന് തന്നെയാണ് പറയുന്നത്. കാരണം നമ്മൾ ജീവിക്കുന്ന സൊസൈറ്റിയിലെ പല കാര്യങ്ങളുമായിട്ട് അഡ്ജസ്റ്റഡ് ആകാനായിട്ട്, ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് ഭയങ്കരമായിട്ട് നമ്മൾ അങ്ങ് കോംപ്രമൈസ് ചെയ്യണമെന്നല്ല. ആ ഒരു ഇപ്പൊ നമുക്ക് വെള്ളത്തിന് സ്കേഴ്സിറ്റി വരുന്ന സമയത്ത് നമ്മൾ വെള്ളം കുറയുമ്പോൾ അതിനനുസരിച്ച് നമ്മൾ അതുമായിട്ട് അഡാപ്റ്റഡ് ആകും അല്ലെ. അതുപോലെ നല്ല മഴ പെയ്യുന്ന സമയത്ത് നമുക്ക് ഔട്ട്ഡോർ ആയിട്ട് ചെയ്യേണ്ട ആക്ടിവിറ്റീസ് നമ്മൾ കുറയ്ക്കും, വീടിനകത്ത് തന്നെ ഇരിക്കാൻ നോക്കും. അങ്ങനെ ഓരോ സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ എടുക്കുന്ന സ്റ്റെപ്സ്, അതാണ് ഈ അഡാപ്ഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് ഇൻഡിവിജ്വലിന്റെ റെസ്പോൺസ് ആണ് ടു ദ എൻവയോൺമെന്റ്. ഈ പ്രോസസ്സ് ശരിക്കും ആ ഒരു ആളുടെ ഡെവലപ്മെന്റിന് തന്നെയാണ് ഹെൽപ്ഫുൾ ആകുന്നത്. ലിവിങ് ബീയിങ്സ് ശരിക്കും കറക്റ്റ്ലി ആ എൻവയോൺമെന്റുമായിട്ട് അഡാപ്റ്റഡ് ആകണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ പ്രോപ്പർ ആയിട്ടുള്ള അഡാപ്റ്റേഷൻ നടക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ മേക്ക് മെനി ഡിഫിക്കൽട്ടീസ്. പറയുന്നത് ഗ്രേവ് ഫിസിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ ആട്ടോ
ഉദ്ദേശിക്കുന്നത്. അതായത് ശാരീരികമായും മാനസികമായും പല ഡിഫിക്കൽട്ടീസ് നമുക്ക് ഉണ്ടാകും. ക്രേവ് എന്ന് പറയുന്നത് സീരിയസ് ആയിട്ടുള്ള അത് ഞാൻ പാരഗ്രാഫ് വായിക്കാതെ, കാരണം ഇന്നും കൂടി എനിക്ക് ക്ലാസ് ഉള്ളെങ്കിൽ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ പോകുന്നത്. ചില പോയിന്റ്സ് വരുമ്പോൾ വായിക്കാം നമുക്ക്. അപ്പൊ അങ്ങനെയുള്ള ഡിഫിക്കൽട്ടീസ് വരും അഡാപ്റ്റേഷൻ നടന്നില്ലെങ്കിൽ ശരിയായ രീതിയിൽ. അതായത് ഇപ്പൊ വെള്ളം കുറവാണ്, അത് അറിഞ്ഞിട്ട് നമ്മൾ അതുമായിട്ട് അഡ്ജസ്റ്റഡ് ആകുന്നില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ട് തന്നെയായിരിക്കും വരുന്നത് അല്ലെ, സീരിയസ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ തന്നെ വരും. അപ്പോൾ ഇതുപോലെ ഈ നമ്മളുടെ മൈൻഡ് ശരിക്കും പ്രോപ്പർലി പ്രിപ്പയർഡ് ആകണം, ഇങ്ങനെ എൻവയോൺമെന്റുമായിട്ട് അഡാപ്റ്റഡ് ആകാൻ. ആ അഡാപ്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് മാത്രമാണ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സൂട്ടബിൾ ആയിട്ടുള്ള ഒരു കൺജീനിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമ്പാറ്റബിൾ, സൂട്ടബിൾ അങ്ങനെയുള്ള ഒരു ഡെവലപ്മെന്റിലേക്ക് പോവുകയുള്ളൂ. അപ്പൊ അഡാപ്ഷന്റെ ഉദ്ദേശം മനസ്സിലായല്ലോ. മോണ്ടിസോറി ടേമിന്റെ ഫസ്റ്റ് വൺ ആണ് അഡാപ്ഷൻ. അപ്പൊ ഒരു കുട്ടിയെ ഒരു പ്രിപ്പയർഡ് എൻവയോൺമെന്റിൽ കൊണ്ടിരിക്കുമ്പോൾ ആ എൻവയോൺമെന്റുമായി യൂസ്ഡ് ആയി കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അവരിൽ ആ ഒരു ഡെവലപ്മെന്റ് വരുന്നത്. അത് മോണ്ടിസോറി എൻവയോൺമെന്റിലുള്ള കുട്ടി മാത്രമല്ല, ഏതൊരു ലിവിങ് ബീയിങ്സും ആ സിറ്റുവേഷനുമായിട്ട് അവര് അഡാപ്റ്റഡ് ആയിട്ട് പോകണം, അല്ലെങ്കിൽ ഇറ്റ് വിൽ മേക്ക് മെനി ഡിഫിക്കൽട്ടീസ്. അങ്ങനെ അഡാപ്റ്റഡ് ആകുന്നവർക്ക് മാത്രമാണ് സുറ്റബിൾ പ്രോപ്പർ ആയിട്ടുള്ള ഡെവലപ്മെന്റ് നടക്കുള്ളൂ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ഒരു ബിഗിനിങ്ങിൽ നിന്ന് തന്നെ ചെറിയൊരു സ്മോൾ തിങ്ങിന്ന് തന്നെ നോഷൻ, സ്മോൾ സിറ്റുവേഷൻ, അതിൽ നിന്ന് നമ്മളിപ്പോ വലിയ കുട്ടിയാവുമ്പോ തുടങ്ങി വരെയുള്ള ആ ഒരു, അതായത് ജനിച്ച് വീഴുമ്പോ തുടങ്ങി വലിയ കുട്ടിയാവുന്നവരെ ഉള്ള ഒരു പ്രോസസ്സാണ് ഈ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. ഫിസിക്കൽ ആയിരിക്കും, പിന്നെ സൈക്കോളജിക്കൽ വരും. അങ്ങനെ സൈക്കോളജിക്കൽ, ഫിസിക്കൽ ഉണ്ട്, ശാരീരികമായിട്ടും മാനസികവുമായിട്ടുള്ള ഡെവലപ്മെന്റ് നടക്കും. ഒരു ആളുടെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇത് പലതരം പവർ ഉണ്ടാവും ആ ഒരു ഡെവലപ്മെന്റ് നടക്കുന്നത്. ലൈക്ക് ചിലരെ ഫോഴ്സ്ഫുള്ളി പുഷ് ചെയ്യണം പല കാര്യങ്ങളും ചെയ്യാനായിട്ട് ടുവേർഡ്സ് ഡെവലപ്മെന്റ്. ഇവിടെ കുറച്ച് ടേംസ് ഒക്കെ വരുന്നുണ്ട്. ലൈക്ക് ഒരു ഫിലോസഫർ ഉണ്ടായിരുന്നു, ബെർഗ്സൺ എന്ന് പറഞ്ഞ ഫിലോസഫർ. അദ്ദേഹം ഇത് ഒരു ഇലാൻ വിറ്റൽ എന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇലാൻ വിറ്റൽ എന്ന് പറഞ്ഞ ഫ്രഞ്ച് ടീമാണ്. സെക്കൻഡ് പാരഗ്രാഫ് ഡെവലപ്മെന്റ് ആണ്. ഞാൻ അതിന് സ്ക്രോൾ ചെയ്ത് വെക്കാം. ഡെവലപ്മെന്റ് സെക്കൻഡ് ടേം ആണ് നമ്മൾ പറയുന്നത്. ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചെറുതായിരിക്കുമ്പോൾ തുടങ്ങി നമ്മൾ അഡൾട്ട്ഹുഡിലേക്ക് പോകുന്ന ആ ഒരു പ്രോസസ്. പലതരം ഡെവലപ്മെന്റിലൂടെ നമ്മൾ പറഞ്ഞു, ചൈൽഡ് ഡെവലപ്മെന്റിന്റെ പല സ്റ്റേജസും നിങ്ങൾ പഠിച്ചു അല്ലെ പാർട്ട് 2-ല്. പല സ്റ്റേജസ്, ഓരോ ഏജിലും കുട്ടിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ഉണ്ടാകുന്ന ഡെവലപ്മെന്റ്സ്. അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള എൻവയോൺമെന്റിലാവുമ്പോൾ ആ ഡെവലപ്മെന്റ് പോസിറ്റീവ് ആയിട്ട് വരുന്നു. എൻവയോൺമെന്റ് പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ, കുട്ടിയുടെ നീഡ്സ് അനുസരിച്ചുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാതിരിക്കുമ്പം അത് ഡൗൺ ആയി പോകുന്നു. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളെല്ലാം നമ്മൾ പാർട്ട് 2-ല് പഠിച്ചു. നമ്മൾ പറയുണ്ടായി പലരുടെയും ഒബ്സർവേഷൻസ് നമ്മൾ അതിലൂടെ കണ്ടു. എറിക്സന്റെ, പിയാഗറ്റിന്റെ, സിഗ്മണ്ട് ഫ്രോയിഡ്, ഡോസ്കി, അങ്ങനെ പലരുടെയും ഒബ്സർവേഷൻസ് നമ്മൾ കണ്ടിരുന്നു. അവിടെ എല്ലാം ഓരോ സ്റ്റേജിലും കുട്ടികൾക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യണ്ടായി. അപ്പോ ഒരു ഫ്രഞ്ച് ഫിലോസഫറായ പെർഗ്സൺ പറഞ്ഞത് ഇലാൻ വിറ്റൽ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇലാൻ വിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫ്രഞ്ച് വേർഡാണ്. ഈ ഫ്രഞ്ച് ടേമാണ്. അതായത് വൈറ്റൽ ഫോഴ്സ്, നമ്മളുടെ ലൈഫിനെ ട്രിഗർ ചെയ്യുന്ന ഒരു ഇമ്പൾസ്, നല്ലൊരു ഫോഴ്സ്, അതാണ് ഇലാൻ വിറ്റാൽ എന്ന് പറയുന്നത്. ഈ ഫോഴ്സിനെ അദ്ദേഹം വിളിച്ചത് ഇലാൻ വിറ്റാലാണ്. അപ്പൊ നമ്മളെ മുമ്പിലേക്ക് ഉന്തി തള്ളി കൊണ്ടുപോകുന്ന ഒരു വൈറ്റൽ ആയിട്ടുള്ള ഫോഴ്സ് അത്. ഡോക്ടർ മോണ്ടിസോറി ഇത് ഈ ഒരു ടേം ഒരു ഫിലോസഫറായ സർ പെർസി നണ്ണിൽ നിന്നും ഒരു ടേം കടമെടുത്തു. ദാറ്റ് ഇസ് ഹോം, HORME, ഹോം. ഇത് ഗ്രീക്കിൽ നിന്നാണ്. അതായത് ലൈഫ് എന്നുള്ള ആ ആ ഒരു വേർഡുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് മോണ്ടിസോറി ഹോം എന്നുള്ള വേർഡ് എടുത്തത്. ആക്ച്വലി ഇറ്റ് ഈസ് ഒരു തരം പോസിറ്റീവ് എനർജിയാണ്. ഹോർമോൺസ്, എല്ലാവരിലും ഹോർമോൺസ് ഉണ്ടല്ലേ. ഹോർമോൺസ് എന്താ ചെയ്യുന്നത്, നമ്മളെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. നമ്മുടെ പല ഹോർമോൺസും അതിന്റെ ബാലൻസ് തെറ്റുമ്പോൾ നമ്മളുടെ ബോഡിയിൽ പല പല ഫങ്ഷൻസിനും പല വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നു അല്ലെ. നമ്മളറിയാം ചില കുട്ടികൾ ഭയങ്കരമായിട്ട് ഹൈപ്പർ ആക്റ്റീവ് ആകും. അപ്പൊ ടീച്ചർമാർ എന്താ ചെയ്യുന്നത്, അവരുടെ ആ എനർജി അത് പോസിറ്റീവ് സൈഡിലേക്ക് യൂസ് ചെയ്യുന്നു. അതാണ് ഇവിടെ ശരിക്കും ഈ ഹോം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹോർമോണൽ ചേഞ്ചസ് കാരണം പല മാറ്റങ്ങളും ബോഡിയിൽ ഉണ്ടാവുന്നു, എനർജി ലെവലിൽ പല മാറ്റങ്ങൾ ഉണ്ടാവുന്നു. അതനുസരിച്ച് അത് ആ എനർജി യൂസ് ചെയ്യുന്നു, കറക്റ്റ് വഴിയിലേക്ക് ഡീവിയേറ്റ് ചെയ്ത് കൊടുക്കുന്നു. അപ്പൊ അവിടെ നോർമലൈസേഷൻ സംഭവിക്കുന്നു. ആ എനർജീനെ വഴി തിരിച്ചു വിടുമ്പോഴേക്കും
ആ കുട്ടി നോർമൽ ആയിട്ട് ബിഹേവ് ചെയ്യാനായിട്ട് തുടങ്ങും. അപ്പൊ ഇതാണ്. അപ്പൊ ഈ ബർഗ്സൺ ഇതിനെ ഇലാൻ വെറ്റർ എന്ന് പറഞ്ഞു. ഇലാൻ വെറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു വൈറ്റൽ ഫോഴ്സ് ആണ് ഇലാൻ വെറ്റർ എന്ന് പറയുന്നത്. മോണ്ടിസോറി ഇതിനെ ഹോം എന്ന് പറഞ്ഞു. HORME, ഹോം. അതും ഒരു ഗ്രൂപ്പ് ഗ്രീക്ക് വേർഡ് ആണ്. അതും ഒരു ഫോഴ്സ് ആണ്, ഒരു എനർജിയാണ്. ഈ ഫോഴ്സ് സെയിം ഇലാൻ വെറ്റർ എന്ന് പറയുന്ന സെയിം ഫോഴ്സ് തന്നെയാണ് നമ്മളെ പുഷ് ചെയ്യുന്നു ആ ഒരു വേൾഡിലേക്ക്, എൻവയോൺമെന്റിലേക്ക് നമ്മളെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പുഷ് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആണ് ഇത് എന്നാണ് മോണ്ടിസോറി പറഞ്ഞത്. ഒരു ഫിലോസഫിക്ക്. അതുപോലെ തന്നെ ഫ്രഞ്ച് ജെസ്യൂസ് പിയാറി ടെഡി, ഒരാളുടെ പേര് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു ഫിലോസഫർ. അദ്ദേഹത്തിന്റെ പല വ്യൂസും എല്ലാം കടമെടുത്തിട്ടാണ് ഈ മോണ്ടിസോറി ഹോം എന്നുള്ള വേർഡ് പറയുന്നത്. ഹോം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ഈ ഹോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ഫോഴ്സുമായിട്ട് കണക്റ്റഡ് ആണ്. നീം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മെമ്മറി, അതാണ് നീം എന്ന് പറയുന്നത്. അപ്പൊ ഇലാൻ വെറ്റാർ എന്നുള്ള ഒരു ഫോഴ്സ് ആണ് നമ്മളെ പുഷ് ചെയ്യുന്നതെന്ന് ബർഗ്സൺ പറഞ്ഞപ്പോ മോണ്ടിസോറി അത് ഹോംന്നും നീന്നും രണ്ട് വേർഡുമായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞു. ആളുകളുടെ ഡെവലപ്മെന്റ്, കുട്ടികളുടെ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഹ്യൂമൻ ബീയിങ്ങിന്റെ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഹോം ആൻഡ് നീമുമായിട്ട് കണക്റ്റഡ് ആണ്. ഹോം എന്ന് പറയുന്നത് അതൊരു എനർജിയാണ്, ഇത് വൈറ്റൽ ഫോഴ്സ് ആണ്, ഇലാൻ വെറ്റാർ പോലെ തന്നെ. പക്ഷെ ഈ ഹോം വേറൊരു ഫോഴ്സുമായിട്ട് അസിസ്റ്റ് ചെയ്തിട്ടാണ് ഈ ഡെവലപ്മെന്റ് ചെയ്യുന്നതെന്നാണ് മറിയ മോണ്ടിസോറി പറഞ്ഞത്. ദാറ്റ് ഫോഴ്സ് ഇസ് നീം. ഇതെല്ലാം ഈ ഗ്രീക്ക്, ലാറ്റിൻ അങ്ങനെയുള്ള വേർഡുകളാണ്. അതുകൊണ്ടാട്ടോ ഇങ്ങനത്തെ ഒരു സെന്റൻസ് വേർഡ് ആയിട്ട് വരുന്നത്. പ്രൊനൗൺസിയേഷൻ ഒക്കെ ചിലപ്പോൾ വ്യത്യാസം ഉണ്ടായിരിക്കും. സോ അതാണ്. അപ്പൊ നമ്മൾ രണ്ട് ടേം പറഞ്ഞു, അഡാപ്ഷൻ ആൻഡ് ലൈക്ക് ഡെവലപ്മെന്റ്. അഡാപ്ഷൻ നമ്മൾ അഡ്ജസ്റ്റഡ് ആകുന്നു നമ്മുടെ എൻവയോൺമെന്റുമായിട്ട്. ദാറ്റ് ഈസ് അത് നമ്മളുടെ ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നു. ഇനി ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞ പ്രോസസ് എന്ന് പറഞ്ഞാൽ വളരെ കുഞ്ഞായിരിക്കുമ്പോൾ തുടങ്ങി വലുതാവുന്ന വരെയുള്ള ഒരു പ്രോസസ്സാണ്, കണ്ടിന്യൂസ് പ്രോസസ്സാണ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അത് പലരും പല രീതിയിൽ അതിനെ ഒബ്സർവ് ചെയ്തു. എന്താ പറയാ, ഫ്രഞ്ച് ഫിലോസഫർ അതിന് ഒരു അങ്ങനെ നമ്മൾക്ക് ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഒരു പുഷിങ് വേണം, അതിന് വേണ്ടുന്ന ഒരു വൈറ്റൽ ഫോഴ്സ് വേണം. അതിനെ ഇലാൻ വെറ്റാറിന് അദ്ദേഹം പറഞ്ഞു. മോണ്ടിസോറി അത് പലരുടെ കൺസെപ്റ്റിൽ നിന്ന് കടമെടുത്തിട്ട് ഹോമും നീമുമാണെന്ന് പറഞ്ഞു. ഹോം അതൊരു വൈറ്റൽ ഫോഴ്സ് ആണ്, അതും ഫോഴ്സ് ആണ് അങ്ങനെ ഇതിന് വേണ്ടിയിട്ടുള്ളത്. അത് അസിസ്റ്റഡ് ഇൻ ഇറ്റ്സ് വർക്ക് ബൈ അനദർ ഫോഴ്സ്, വേറൊരു ഫോഴ്സുമായിട്ട് ചേർന്ന് അസിസ്റ്റ് ചെയ്യുമ്പോഴാണ്. കാരണം മെമ്മറി എന്ന് പറയുന്നത് എന്താ, നമ്മുടെ മൈൻഡിന്റെ ഒരു കപ്പാസിറ്റിയാണ് മെമ്മറി എന്ന് പറയുന്നത്, അല്ലെ? നമ്മൾ എല്ലാം മറന്നു പോവുകയാണെങ്കിൽ നമ്മൾ കാര്യങ്ങൾ പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. സോ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് കുട്ടികളുടെ ആ പ്രായത്തിൽ നല്ലപോലെ നടക്കും. സോ നല്ല ഷാർപ്പായിട്ടുള്ള മെമ്മറി വേണം. അതുകൊണ്ടാണ് മോണ്ടിസോറി ഈ ഫോഴ്സിനെയും ഹോമിനെയും ന്യൂം എന്നുള്ള അടുത്ത ഫോഴ്സിനെയും കൂടെ കണക്ട് ചെയ്ത് പറഞ്ഞത്. ഇത് രണ്ടും കൂടെ വരുമ്പോഴാണ് ഡെവലപ്മെന്റ് പോസിബിൾ ആകുന്നതെന്ന് മോണ്ടിസോറി പറഞ്ഞു. ഓക്കെ, ഇനി അത് ഓരോന്നായിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഈ ഹോർമോൺസ് അല്ലെങ്കിൽ ഹോം, നെയിം എന്താന്നുള്ളത് നമുക്ക് അടുത്ത് വരുന്നുണ്ട്. നെക്സ്റ്റ് എഡ്യൂക്കേഷൻ, മൂഡ് ഓഫ് എഡ്യൂക്കേഷനെ കുറിച്ച് പറഞ്ഞാൽ പാസ്പോർട്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞില്ലേ, അത് ഒരാളുടെ ലൈഫിലെ പല ഫേസസുമായിട്ട് കണക്റ്റഡ് ആണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അത് എപ്പോഴും എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഓരോ ഇൻഡിവിജ്വലും അതിനെ ഫോക്കസ് ചെയ്തിട്ടായിരിക്കണം എഡ്യൂക്കേഷൻ, അല്ലാതെ ഒരു ഗ്രൂപ്പിനെ ഫോക്കസ് ചെയ്യുന്ന കാര്യമായിരിക്കരുത്. കാരണം ഓരോരുത്തരും അവരുടെ ഒരു പൊട്ടൻഷ്യലിനനുസരിച്ചാണ് എഡ്യൂക്കേറ്റഡ് ആകുന്നത്. സോ അതുകൊണ്ട് ഇറ്റ് ഷുഡ് ബി must be on the individual, focus on the individual. ഓരോരുത്തരുടെ സ്പാർക്ക് ഉള്ളിലുണ്ടാകും, ഓരോ സ്പാർക്ക് ഉണ്ടാവും. ഒരാൾ ചിലപ്പോൾ ആർട്ടിസ്റ്റ് ആവാനുള്ള ഒരു പൊട്ടൻഷ്യൽ ആയിരിക്കും, ഒരാൾക്ക് സിംഗർ ആകാനായിരിക്കും, മ്യൂസിക് കമ്പോസ് ചെയ്യാനായിരിക്കും, അങ്ങനെ പലതായിരിക്കും. അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു ലെക്ചറർ ആവാൻ താല്പര്യമായിരിക്കും. അങ്ങനെ എന്താണോ അവരിൽ, ഒരാൾക്ക് പൈലറ്റ് ആവാനോ ഡ്രൈവർ ആകാനോ അങ്ങനെ ഓരോരോ ടേസ്റ്റുകൾ ഉണ്ടാകും. അപ്പൊ ആ അവരുടെ ആസ്പിറേഷൻസ് കണ്ടെത്തി അവരതിലേക്ക് കൊണ്ടുപോവുക. ദാറ്റ് ഇസ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഓൺ ഇൻഡിവിജ്വൽസ്, അല്ലാണ്ട് ഒരു ഗ്രൂപ്പിനെ വളർത്തിയെടുക്കുക എന്നുള്ളതല്ല, ഓരോ ഇൻഡിവിജ്വലിനെ ഫോക്കസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം എഡ്യൂക്കേഷൻ പോകേണ്ടത്. അത് എല്ലാ ഇൻഡിവിജ്വൽസിന്റെ ഡെവലപ്മെന്റ്, എല്ലാ നീഡ്സും അവർക്ക് ത്രൂ ദ എഡ്യൂക്കേഷൻ ഡെവലപ്മെന്റ് ആണ് വേണ്ടത്, അല്ലാണ്ട് ചുമ്മാ സബ്ജക്ട് സ്റ്റഡിങ് അല്ല. ആൻഡ് ഇതും ഒരു അഡാപ്റ്റീവ് പ്രോസസ് ആണ്. എൻവയോൺമെന്റുമായിട്ട് കണക്ട് ചെയ്ത് വേണം ഈ ഒരു എഡ്യൂക്കേഷൻ എന്നുള്ള കാര്യം. അതായത് മോണ്ടിസോറി
എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി കണക്റ്റഡ് വിത്ത് ദ എൻവയോൺമെന്റ്, ഇറ്റ് ഷുഡ് ബി ഫോക്കസ് ഓൺ ദ ഇൻഡിവിജ്വൽ. ആ ഒരു കുട്ടിയുടെ ആയിരിക്കണം, ഓരോ കുട്ടികളിലും ഫോക്കസ് ചെയ്യുന്ന രീതിയിലായിരിക്കണം എഡ്യൂക്കേഷൻ. നെക്സ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ ഹോം, അതുപോലെ തന്നെ നെയിം, അതിന്റെ എക്സ്പ്ലനേഷൻ വരുവാണ്. ഹോംസ് ഒരു ലീഡിങ് ഫോഴ്സ് ആണ് ഹോംസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് പുഷ് ചെയ്യുന്നു, ആളുകളെ ഡെവലപ്മെന്റിലേക്ക് പുഷ് ചെയ്യുന്ന ഒരു ലീഡിങ് ഫോഴ്സ് ആണ്, വൈറ്റൽ ഫോഴ്സ് ആണ് ഹോം എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രീക്ക് വേർഡ് ആണ് ഹോം എന്ന് പറയുന്നത്. ഗ്രീക്ക് സ്പിരിറ്റ്, ഒരു എനർജറ്റിക് ആക്ടിവിറ്റി, അതാണ് ഹോം എന്ന് പറയുന്നത്. ഒരു ഇമ്പൾസ്, നല്ലൊരു ഫോഴ്സ്, ഒരു കാര്യം ചെയ്യാനായിട്ട് എന്താ പറയാ, നമ്മളെ എപ്പോഴും ആക്റ്റീവ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്, ഒരു ആക്ഷൻ ചെയ്യാനായിട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ഈ ശരിക്കും ഗ്രീക്ക് മിത്തോളജിയിൽ അവര് യുദ്ധങ്ങളൊക്കെ ചെയ്യുമ്പോൾ അവരെ ട്രിഗർ ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു രീതിയിലാണ് ഹോം എന്നുള്ള വേർഡ് യൂസ് ചെയ്തിരുന്നത്. ഒരു ഡ്രൈവിംഗ് ഫോഴ്സ്, കുട്ടികളെ കൊണ്ട് കാര്യങ്ങൾ ചിന്തിക്കാനും ആക്ടിവിറ്റീസ് ചെയ്യിക്കാനും എൻവയോൺമെന്റുമായിട്ട് കോണ്ടാക്ട് ചെയ്ത കാര്യങ്ങൾ പഠിക്കാനും, ഇതൊക്കെയാണ് ശരിക്കും മോണ്ടിസോറിയിൽ ഹോം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ. ഹോർമോൺസ് അല്ലെ, നമ്മളുടെ എല്ലാവരുടെയും ബോഡിയിൽ പല ടൈപ്പ് ഹോർമോൺസ് ഉണ്ട്. നമ്മളുടെ ബോഡി ഫങ്ഷൻസ്, ഒരു കെമിക്കൽ ആക്ഷൻസ് തന്നെയാണ് ഹോർമോൺസ് കൊണ്ട് നടക്കുന്നത്. ഹോർമോണിൽ ചില വേരിയേഷൻസ് വരുമ്പോഴാണ് നമ്മളുടെ ബോഡി ഫങ്ഷൻസും ഈ കെമിക്കൽ ആക്ഷൻസിനും ചേഞ്ച് ഉണ്ടാകുന്നത്. നമുക്കറിയാം, ഇൻസുലിന്റെ പ്രോബ്ലം വരുമ്പോൾ ഉണ്ടാകുന്ന ചേഞ്ച് അറിയാം, തൈറോയ്ഡ് ഇഷ്യൂ അതുകൊണ്ട് ഉണ്ടാകുന്ന ചേഞ്ചസ് അറിയാം. ഓക്കെ, ഹോംസ് എന്ന് പറയുന്നത് ഒരു ലീഡിങ് ഫോഴ്സ് ആണ്. അതൊരു ഇന്റലിജൻസ്, ഗ്രേറ്റ് ഇന്റലിജൻസിലേക്ക് കൊണ്ടുപോകാനായിട്ട് കുട്ടികൾക്ക് നമ്മൾ എന്താ പറയാ, കുട്ടികളെ പ്രാപ്തരാക്കും ആ ഒരു ഫോഴ്സ് കൊണ്ട്. ഒരു വൈറ്റൽ എനർജിയാണ്. എല്ലാവരുടെയും മനസ്സിലൊരു ഏർജ് ഉണ്ടാവും ഇങ്ങനെ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ടുള്ളത്. അപ്പൊ ആ ഏർജിനെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉള്ള ഒരു വൈറ്റൽ ഫോഴ്സ് ആണ് ഹോം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾക്കറിയാം, ഈ ഒരു ഏതെങ്കിലും കെമിക്കൽ റിയാക്ഷനുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യുവാണ്. ഇപ്പൊ ഒരു ഗ്യാസ് അല്ലെങ്കിൽ എന്താ പറയാ, ഗ്യാസ്, ലിക്വിഡ്, സോളിഡ് എന്ത് തന്നെയാണെങ്കിലും അതിൽ മോളിക്യൂൾസ് ഉണ്ടെന്ന് നമുക്കറിയാം അല്ലെ. മോളിക്യൂൾസ് ഉണ്ടെന്നറിയാം. അതായത് ഒരു ഫോമിൽ നിന്ന് മറ്റൊരു ഫോമിലേക്ക് മാറുമ്പോൾ ഈ മോളിക്യൂൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും അതിന് വ്യത്യാസങ്ങൾ വരും. മീൻസ് അതിന്റെ ആ ഒരു ഫോഴ്സും അല്ല, അതിനൊക്കെ ഒരു വേരിയേഷൻ വരും. ഗ്യാസ് ഫോമിൽ ഇരിക്കുന്ന പോലെ ആയിരിക്കില്ല ലിക്വിഡ് ഫോമില്, സോളിഡ് ഫോമിൽ, അങ്ങനെ ഓരോ വ്യത്യാസങ്ങൾ അതിൽ വരാം. അതുപോലെ തന്നെയാണ് ഒരു കുട്ടി ഒരു ആക്ടിവിറ്റി ചെയ്യാനായിട്ട് ഫോഴ്സ് ചെയ്യുമ്പോൾ ആ ഓരോ ആക്ടിവിറ്റി ചെയ്യുമ്പോഴും ആ കുട്ടിയുടെ റെസ്പോൺസ്, റിയാക്ഷൻ അത് ഡിഫറെന്റ് ആയിരിക്കും. അവൻ ആ ഇത് ചെയ്യുന്ന ആക്ടിവിറ്റി ചെയ്യുന്ന ആ ഒരു എൻവയോൺമെന്റ്, ആ സിറ്റുവേഷൻ, ആ ഒരു അറ്റ്മോസ്ഫിയർ അത് കറക്റ്റ് അല്ലെങ്കിൽ പലപ്പോഴും ഫുൾഫിൽ ചെയ്യാറില്ല. അപ്പൊ ഈ ഒരു രീതിയിൽ ആ ഒരു വൈറ്റൽ എനർജി, ഹോം എന്നുള്ള വൈറ്റൽ എനർജിനെ നമ്മൾ ശരിയായ രീതിയിൽ യൂസ് ചെയ്യുമ്പോഴേക്കും അത് ശരിയായ രീതിയിൽ അതിനെ ഗൈഡ് ചെയ്ത് കുട്ടികളെ കൊണ്ട് ആക്ടിവിറ്റീസ് ചെയ്യിക്കുമ്പോൾ കറക്റ്റ് ആ ഒരു റിസൾട്ടിലേക്ക് പോകും. പിന്നെ നമുക്ക് ഈ ഹോർമോൺ ചേഞ്ചസ് അല്ലെങ്കിൽ ബോഡിയിലെ ജീൻസിന്റെ ചേഞ്ചസ് ഒന്നും നമുക്ക് മാറ്റാനായിട്ട് പറ്റില്ല. ഇത് ആക്ച്വലി അതെല്ലാം ജനറ്റിക് ആയിട്ട് കിട്ടുന്ന കാര്യമാണ്. ഹോർമോൺസ് മാറ്റാനായിട്ട് പറ്റില്ലല്ലോ. അതുപോലെ ജീൻസും മാറ്റാനായിട്ട് പറ്റില്ല, ജനറ്റിക് ആയിട്ട് തന്നെ കിട്ടുന്നതാണ്. ഇറ്റ്സ് ബേസ്ഡ് ഓൺ ദ ജീൻസ് ഓഫ് പാരന്റ്സിന്റെ ജീൻസുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഈ ഹോം വരുന്നത്. ഓൺലി ഡെത്ത് ക്യാൻ സ്റ്റോപ്പ് ഹോം. അത് മരിക്കുന്നവരെ ഈ ജീൻസ് എന്തായാലും ബോഡിയിൽ ഉണ്ടാവും. അതിന്റെ നേച്ചർ അത് കാണിച്ചുകൊണ്ടിരിക്കും. സംടൈംസ് ചിലപ്പോ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ചില സമയത്ത് ആളുകൾ അവര് മനസ്സിൽ വിചാരിക്കാത്ത കാര്യങ്ങൾ നമ്മൾ അറിയാതെ ചെയ്തു പോകുന്നു എന്നൊക്കെ പറയില്ലേ. നമ്മൾ റിയാക്ട് ചെയ്യുന്നു, ചിലപ്പോ വേണമെന്ന് വെച്ചിട്ടില്ല, അറിയാതെ സംഭവിച്ചു പോകും. കുട്ടികളും ഇതുപോലെ ചെയ്യാം. അവരോട് എന്തുകൊണ്ട് എങ്ങനെ ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു ആൻസർ ഇല്ലായോ എനിക്കറിയില്ല, ഐ ഡോണ്ട് നോ എന്നൊരു ആൻസർ പറയാം. പലപ്പോഴും കുട്ടികൾ അതിന് പണിഷ് ചെയ്യും, വഴക്ക് പറയും, ഒക്കെ ചെയ്യാറുണ്ട്. ആക്ച്വലി ഇറ്റ്സ് ഓൾ ഡ്യൂ ടു ദീസ് ഹോർമോൺസ്. ഈ ഹോം കൊണ്ട്, ഈ വൈറ്റൽ എനർജി കാരണം സംഭവിക്കുന്നതാണ് ചില ആക്ഷൻസ്. അത് കുട്ടികളെ മാത്രമല്ല മുതിർന്ന ആളുകളും ചെയ്യുന്നില്ലേ. കാര്യം എന്താന്ന് വെച്ചാൽ അറിയില്ല, ആ ഒരു ആൻസർ പലപ്പോഴും നമ്മളിലും വരാറുണ്ട്. സോ അതാണ് ഈ ഹോമിന്റെ ഒരു പ്രത്യേകത. അത് ഓൾറെഡി ഇൻബോൺ ആണ്, ബൈ ബർത്ത്, പിന്നെ അതുപോലെ തന്നെ ത്രൂ ദ ജീൻസ്. ഹോർമോൺസ് ആണ് ഉദ്ദേശിക്കുന്നത്. ഒരു തരം വൈറ്റൽ എനർജി തന്നെയാണ് ഈ ഹോർമോൺസ് എന്ന് പറയുന്നത്.
പലപ്പോഴും ഇത് ഡിസോർഡർ ആയിട്ട് ആളുകളിൽ വരും. അങ്ങനെ ഡിസോർഡർ ആയിട്ട് വരുമ്പോഴാണ് അൺആക്സിഡന്റലി അല്ലെങ്കിൽ അൺഎക്സ്പെക്ടഡ്ലി ആക്സിഡന്റലി ഒക്കെ നമ്മൾ ചില കാര്യങ്ങൾ പറഞ്ഞു പോകുന്നത്. പറഞ്ഞു അയ്യോ വേണ്ടിയിരുന്നില്ല, അല്ലെങ്കിൽ ചെയ്തു പോകുന്നത് അയ്യോ അത് ചെയ്യണ്ടായിരുന്നു, അത്രയും ചെയ്യണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ഒരു തോട്ട് വരില്ലേ കുട്ടികളിൽ. പലപ്പോഴും ഇത് കാണും. അവരെ അപ്പോ ചിലപ്പോ സ്കോൾഡ് ചെയ്യും, പണിഷ് ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. പക്ഷെ അവരോട് ചോദിക്കുമ്പോൾ അവർക്ക് വ്യക്തമായൊരു മറുപടി പറയാൻ പറ്റില്ല. എന്തിനിത് ചെയ്തു, എന്താ പറയാ, അൺഡിസയർ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. എന്തിനത് ചെയ്തു എന്ന് നോക്കുമ്പോൾ അവൻ റെസ്പോണ്ട് ഐ ഡോണ്ട് നോ, അങ്ങനെയുള്ള റെസ്പോണ്ട് ആയിരിക്കും. അപ്പൊ നമുക്ക് ഇങ്ങനെ വരുന്ന ഈ വൈറ്റൽ എനർജി ശരിയല്ലാത്ത കാര്യങ്ങളിലേക്ക് പോകുന്നതിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട്, ആ നെഗറ്റീവ് സൈഡിലേക്ക് പോകാതെ ഇതിനെ പോസിറ്റീവ് സൈഡിലേക്ക് തിരിച്ചു വിടാൻ വേണ്ടിയിട്ട് ഉള്ള ആക്ടിവിറ്റീസ് കൊടുക്കണം എന്നാണ് മോണ്ടിസോറി പറഞ്ഞത്. ഈ ഒരു വൈറ്റൽ ഫോഴ്സിനെ നമുക്ക് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി, നല്ല ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട്, പോസിറ്റീവ് റിസൾട്ട് തരുന്ന ആക്ടിവിറ്റീസിലേക്ക് കൊടുക്കണം. അതുകൊണ്ടാണ് ഇവര് മെമ്മറിയുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യുന്നത്. ന്യൂ എന്നുള്ളൊരു ഫോഴ്സും കൂടെ അസിസ്റ്റ് ചെയ്യുവാണെങ്കിൽ ആ ഒരു വൈറ്റൽ ഫോഴ്സിനെ നമുക്ക് ഡിസൈറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യിക്കാം. നിങ്ങൾക്ക് ഈ ഇത് വായിക്കുമ്പോൾ കണക്റ്റഡ് ആവില്ല, എന്താ ഇത് സംഭവം, എന്താ പറയുന്നതെന്നുള്ളത്. ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് കേട്ടിട്ടൊന്ന് വായിക്കുവാണെങ്കിൽ അത് ക്ലിയർ ആവും. അപ്പൊ ഇതാണ് മോണ്ടിസോറി ചെയ്തത്. അവര് ഹോമിനെയും ന്യൂമിനെയും കൂടെ, ന്യൂം എന്ന് പറയുന്നത് മെമ്മറിയാണ്, അതിനെ തമ്മിൽ കണക്ട് ചെയ്തിട്ട് അവര് ഇത് പോസിറ്റീവ് സൈഡിലേക്ക് വഴിതിരിച്ചു വിടുവാണ്. അങ്ങനെ കുട്ടികളുടെ ഈ വൈറ്റൽ എനർജി അവരിങ്ങനെ യൂസ് ചെയ്തു. നെം എന്ന് പറയുന്നത് ഒരു അൺകോൺഷ്യസ് മെമ്മറിയാണ്, അൺകോൺഷ്യസ് ആയിട്ടുള്ള മെമ്മറി. അത് ആദ്യത്തെ അതായത് ഫസ്റ്റ് 3 years ഓഫ് ലൈഫ്, കുട്ടികളുടെ ഫസ്റ്റ് 0 to birth to 3 yearsലാണ് ഈ അൺകോൺഷ്യസ് മെമ്മറി ഉള്ളത്. നമുക്കൊന്നും, എനിക്കൊട്ടും ഓർമ്മയില്ല 3 വയസ്സ് വരെ എന്തൊക്കെ സംഭവങ്ങൾ നടന്നു എന്നുള്ളത്. ഒരു ഞാൻ ഒരിക്കൽ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ആഫ്റ്റർ 3 years പലതും ഓർമ്മയുണ്ട്, പക്ഷെ ആ 3 വയസ്സിനുള്ളിൽ എന്ത് നടന്നു എന്നുള്ളത് ഓർമ്മയില്ല. പക്ഷെ ഞാൻ ഹസ്ബൻഡിന്റെ കാര്യം പറഞ്ഞില്ലേ, നമുക്ക് ആ ഒരു സമയത്ത് അൺകോൺഷ്യസ് മെമ്മറിയാണ്. നമുക്ക് അത് ഓർമ്മയിൽ നിന്ന് എടുക്കാനും പറ്റില്ല. ആ ഒരു ഏജിൽ എനിക്ക് എന്ത് സംഭവിച്ചു. പക്ഷെ ഹസ്ബൻഡ് 2.5 വയസ്സ് സമയത്ത് ഗൾഫിൽ പോയതും, അമ്മയും ഹസ്ബൻഡും കൂടിയാണ് പോയത്. അച്ഛൻ അവിടെ വർക്ക് ചെയ്യാണ്, ഗൾഫിൽ പോയതും, അച്ഛൻ പറഞ്ഞ പോയിന്റിൽ അമ്മ ഇറങ്ങാതെ വേറെ ഏതോ വഴിയിലൂടെ ചെന്നപ്പം അച്ഛൻ അതിന് ഇച്ചിരി ഒന്ന് ചൂടാവോ അങ്ങനെയൊക്കെ ചെയ്തതൊക്കെ ഹസ്ബൻഡ് ഇങ്ങനെ ഇരുന്ന് പറയുന്നുണ്ട്. പിന്നെ അവിടെ വെച്ചിങ്ങനെ ഒലീവ് കഴിച്ചതും, ഇതൊരു സൂപ്പർ മാർക്കറ്റിൽ വെച്ച് അച്ഛനാന്ന് കരുതി വേറൊരാളുടെ കയ്യിൽ പിടിച്ചു പോയതൊക്കെ 2.5 വയസ്സിൽ നടന്ന കാര്യം. അപ്പൊ ആളുടെ IQ ലെവൽ വേറെ ലെവൽ ആയതുകൊണ്ടായിരിക്കും ആൾക്കത് ഓർമ്മയുള്ളത്. അതുപോലെ പലർക്കും ഉണ്ടാവുമായിരിക്കും. ബട്ട് ഫോർ മീ ആഫ്റ്റർ 3 years കാര്യങ്ങൾ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ജനറലി അതാണ്, നോർമലി അതാണ്. സോ അത് നമ്മളുടെ അൺകോൺഷ്യസ് മെമ്മറിയാണ് ഒരു ഫസ്റ്റ് 3 years വരുന്നത്. ഇതൊരു പ്രൈമറി ഫോം ഓഫ് മെമ്മറിയാണ് ഈ ഒരു സമയത്ത്. അത് കോൺഷ്യസ് മെമ്മറി അതിനുശേഷമാണ് നമ്മളിൽ വരുന്നതെന്ന് പറയുന്നത്. നമ്മളുടെ ആ മെമ്മറി ആയിരിക്കും നമുക്ക് പിൽക്കാലത്ത് ഓർമ്മയുണ്ടാകും. ഞാൻ ശരിക്കും പറഞ്ഞ ഒരു ഓട്ടോമാറ്റിക് ക്യാമറ പോലെയാണ് ഇങ്ങനെ എല്ലാം ഇങ്ങനെ ക്യാപ്ചർ ചെയ്യുന്ന രീതിയിൽ ചൈൽഡ് എക്സ്പീരിയൻസസ്, ആ ഒരു സമയത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വിത്തൗട്ട് ജഡ്ജ്മെന്റ് ഇങ്ങനെ ക്യാപ്ചർ ചെയ്യും. അൺകോൺഷ്യസ്ലി പല കാര്യങ്ങളും. അപ്പൊ ഇതെല്ലാം ഇങ്ങനെ ഓൾറെഡി രജിസ്റ്റേർഡ് ആയി ഉള്ളിൽ കിടക്കുന്നുണ്ടാവും. ബട്ട് അവരത് അറിയുന്നില്ല, കാരണം ഒരു അൺകോൺഷ്യസ് മെമ്മറി ആണല്ലോ. പിന്നെ പലപ്പോഴും കുട്ടി പല കാര്യങ്ങളും അബ്സോർബ് ചെയ്യുന്നത് ഈ ഒരു പ്രായത്തിൽ കുട്ടിയുടെ ലാംഗ്വേജ് ഫോർമേഷൻ നടക്കുന്നുണ്ട് ആ 0 to 3 years. അപ്പൊ അതെല്ലാം ഈ അൺകോൺഷ്യസ് മെമ്മറിയിൽ നിന്നാണ് ലാംഗ്വേജ് ഫോർമേഷൻ നടക്കുന്നതെന്നാണ് പറയുന്നത്. അഡൾട്ട് മെമ്മറി എന്ന് പറഞ്ഞാൽ കോൺഷ്യസ് ആണ്. അവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പഠിക്കുന്നത് നമ്മൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്ത് അങ്ങനെ പഠിക്കുകയാണ്. ബട്ട് അൺകോൺഷ്യസ് മെമ്മറി ഉള്ള സമയത്ത് എന്ന് പറഞ്ഞാൽ അതൊക്കെ ഉള്ളിൽ ഇങ്ങനെ പല കാര്യങ്ങളും കണ്ട് അബ്സോർബ്ഡ് ആയി പിക്ചർ ക്യാപ്ചർ ചെയ്യുന്ന പോലെ ഉള്ളിൽ കിടക്കുകയാണ്. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് പെട്ടെന്ന് കുട്ടികൾ സംസാരിക്കാൻ പഠിക്കുന്നു. അങ്ങനെയൊക്കെ ആരെങ്കിലും പഠിപ്പിച്ചിട്ട് വേണ്ട അല്ലെ, അവര് പല കാര്യങ്ങളും വേർഡ്സ് കേൾക്കുന്ന അവരുടെ ഈ നേമിലുണ്ടാവും, ഈ അൺകോൺഷ്യസ് മെമ്മറി ഉണ്ടാവും. ഈ ജനറ്റിക് മെമ്മറിയാണ് നാം എന്ന് പറയുന്നത്, അൺകോൺഷ്യസ് മെമ്മറി. അത് ഒരു പാസ്റ്റ്. അപ്പൊ ഇത് ഇങ്ങനെയുള്ള കാര്യമായി കണക്ട് ചെയ്തിട്ടാണ് 3 years ശേഷം വരുന്ന കുട്ടികളിലെ ഹോം എന്നുള്ള വൈറ്റൽ എനർജി യൂസ് ചെയ്ത് മോണ്ടിസോറി പറയുന്നത് ഡെവലപ്മെന്റിലേക്ക് കൊണ്ടുപോകാം. എല്ലാ ലിവിങ് ബീയിങ്സിനും ഇതുണ്ടാകും. ഫ്ലോറ ആൻഡ് ഫോണ, ബോത്ത് പ്ലാന്റ് ആൻഡ് അനിമൽ ലൈഫിന് ഈ ഒരു മെമ്മറി ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് എന്താ പറയാ, ഒരു എക്സാമ്പിൾ ആയിട്ട് പറയുന്നുണ്ട്, ഓരോ ഇങ്ങനെ പക്ഷികള് ഇങ്ങനെ പല രീതിയിലും കൂടുണ്ടാക്കും അല്ലെ.
ചിലര് ടിപ്സ് ഒക്കെ യൂസ് ചെയ്ത് ചെറിയ ചുള്ളിക്കമ്പൊക്കെ ഉപയോഗിച്ച് കാക്കകളൊക്കെ കൂടുണ്ടാക്കും. വൈക്കോലത്തോ അല്ലെങ്കിൽ അങ്ങനെ എന്താണോ കിട്ടുന്നതിനനുസരിച്ച് പേപ്പർ വെച്ച് ചില പേപ്പറും അതുപോലെ തന്നെ കമ്പികളൊക്കെ കൊണ്ടുപോയി ചിലർ കൂടുണ്ടാക്കും. ചിലര് മണ്ണ് കൊണ്ട് ഇങ്ങനെ സിമന്റ് തേക്കുന്ന പോലത്തെ കൂടുകൾ ഉണ്ടാക്കും. പിന്നെ ചില അടയ്ക്ക കിളികൾ ഇങ്ങനെ ഒരു തൂങ്ങിയിടുന്ന അങ്ങനത്തെ ടൈപ്പ് കൂടുണ്ടാക്കും. അങ്ങനെ പല ടൈപ്പില് നെസ്റ്റ് ഉണ്ടാക്കും അല്ലെ. നെസ്റ്റിന്റെ ആ ഒരു ഫോർമേഷൻ ഒക്കെ ഓൾമോസ്റ്റ് സെയിം ആണ്. എന്താണ് അതിന്റെ ഉദ്ദേശം അതെല്ലാം സെയിം. അതുപോലെ തന്നെ 2 കൈൻഡ്സ് ഓഫ് മിനറൽ ഉണ്ട്. ഒന്ന് ഫിസിക്കൽ കൈൻഡും സെക്കൻഡ്ലി ഓൾ ലൈഫ് ഫോം പ്ലാന്റിനും അനിമലിനും ഒക്കെ ഉള്ളതുപോലെ തന്നെ. ഇവർക്ക് ഇതെല്ലാം ഇതെന്ന് പറഞ്ഞാൽ അൺകോൺഷ്യസ് ആയിട്ടുള്ള മെമ്മറിയാണ്. ബട്ട് ഈ മെമ്മറി കോൺഷ്യസ് മെമ്മറി ആയിട്ട് കണക്ട് ചെയ്ത പല കാര്യങ്ങളും റീപ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇത് പലതും റീപ്രൊഡ്യൂസ് ചെയ്യും, സെയിം കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്യും. ഈ ഒരു മെമ്മറി അൺകോൺഷ്യസ് ആയിട്ട് കിടക്കുന്നത്. എന്റെ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത് പല ടൈപ്പ് ഓഫ് ബേർഡ്സ് ഇതുപോലെ നെസ്റ്റ് ബിൽഡ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ. നമ്മള് ചെറുപ്പത്തില് എന്തെങ്കിലും ഒരു കാര്യം പഠിക്കുന്നു, ഒരു പാട്ടിന്റെ ഫസ്റ്റ് 4 ലൈൻസ് പഠിക്കുന്നു എന്ന് വിചാരിക്കാം. നമ്മൾ വലുതാകുമ്പോൾ പലതും ഇതുപോലെ നമുക്ക് പഠിക്കേണ്ടതായിട്ട് വരും. നമ്മുടെ ആ വേ ഓഫ് ലേണിംഗ് അതെല്ലാം ഇങ്ങനെ സെയിം ആയിട്ട് തന്നെ വരും. ഇപ്പൊ പല ബേർഡ്സ് പല രീതിയിൽ നെസ്റ്റ് ഉണ്ടാക്കുന്നു. ബട്ട് ഇതിന്റെ എഫക്റ്റ് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫങ്ഷൻ സെയിം തന്നെ എന്നുള്ള രീതിയിൽ. ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് മെമ്മറിയാണ് നെർവ് എന്ന് പറയുന്നത്. ദാറ്റ് അബ്സോർബ്സ് ആൻഡ് സ്റ്റോർസ് ഇംപ്രഷൻസ് ഓഫ് ദി വേൾഡ് അറൌണ്ട് ഹിം ചൈൽഡ്. അപ്പൊ ആ ഒരു കുട്ടി അതിന് ചുറ്റും കാണുന്ന ലോകത്തിന്റെ പല കാര്യങ്ങളും അത് എന്താ പറയുക ക്യാമറ കൊണ്ട് ക്യാപ്ചർ ചെയ്യുന്ന പോലെ തന്നെ വെക്കുന്നു എന്നാണ് പറയുന്നത്. പിന്നെ ഒരു ഇൻബോൺ പാറ്റേൺ എല്ലാ ആനിമൽസിലും ഉണ്ടായിരിക്കും. ഓരോ ജനറേഷനിൽ നിന്ന് അടുത്ത ജനറേഷനിലേക്ക് പോകും തോറും ആ ജീൻസിന്റെ ഒരു ഇമ്പാക്റ്റ് ആണ് ഇൻബോൺ പാറ്റേൺസ് ഉണ്ടായിരിക്കും. ചിലപ്പോ കുട്ടികളുടെ ഏതെങ്കിലും ഒരു ഫീച്ചർ കാണുമ്പോൾ ഗ്രാൻഡ് ഫാദർ അങ്ങനെയായിരുന്നു. മീൻസ് ഓരോ ജനറേഷനിലും ആ ഒരു ഇൻബോൺ പാറ്റേണിന്റെ ഒരു ഇത് കാണും. പലപ്പോഴും അത് ആബ്സല്യൂട്ട് കംപ്ലീറ്റ് ആയിട്ടെന്നുള്ള രീതിയിലല്ല. ചിലപ്പോ ആ ഒരു ജനറേഷനിലുള്ളവർക്കൊക്കെ ഒരേപോലത്തെ മുടി അല്ലെങ്കിൽ സ്കിന്നിന്റെ ആ ഒരു കോംപ്ലക്ഷൻ അതുപോലെ അല്ലെങ്കിൽ നടക്കുമ്പോ കണ്ണിനും ഉള്ള വ്യത്യാസം അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ചിലപ്പോ കോമൺ ആയിട്ട് വരാം. അനിമൽസ് എപ്പോഴും അവരുടേതായിട്ടുള്ള ഒരു സ്പീഷീസിനെ റീപ്രൊഡ്യൂസ് ചെയ്യും. ബട്ട് അത് അഡാപ്റ്റേഷൻ നടക്കും അല്ലെ. ഇപ്പൊ പണ്ടത്തെ ആ ഒരു കാലഘട്ടമല്ല ഇപ്പോഴുള്ളത്, നമ്മൾ ജീവിക്കുന്ന കാലഘട്ടം. ഓരോ തലമുറ കഴിയും തോറും സറൗണ്ടിങ്സ് എങ്ങനെയാണ്, എൻവയോൺമെന്റ് എങ്ങനെയാണ്, അതിനനുസരിച്ച് അഡാപ്റ്റ് ചെയ്യും. ഇതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞത് ഡിനോസേഴ്സിന്റെ കാര്യമായിരുന്നു. അവർ ഭയങ്കര സൈസും പവർഫുൾ ആയിട്ടുള്ള അനിമൽ ആയിരുന്നു അല്ലെ, ഏറ്റവും വലിയ അനിമൽസ് ആയിരുന്നു. പക്ഷെ അവർക്ക് അഡാപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഓരോ ഐസ് ഏജ് വന്നപ്പോൾ ആ തണുപ്പ്, ആ ഒരു കോൾഡ് ഐസ് ഏജ് വന്നപ്പോൾ ആ ഒരു സിറ്റുവേഷനായിട്ട് അവർക്ക് അഡാപ്റ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല. അങ്ങനെയാണ് അവർക്ക് നശിച്ചു പോയത്. അവരെല്ലാം മരിച്ചു പോയി. അതിന് പകരം ഇങ്ങനെയുള്ള എന്ത് സിറ്റുവേഷൻ വന്നാലും അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്ന മാമൽസ് ഉണ്ടായത്. അതാണ് ഡിനോസേഴ്സിന്റെ. പിന്നെ ഡിനോസേഴ്സിന് അത് ജീവനോടെ ഉണ്ടാവാതിരിക്കാനുള്ള കാരണം അതാണ്. ഓരോ ജനറേഷൻ കഴിയുമ്പോൾ പല ഇൻസ്റ്റിക്റ്റുകൾ ഉണ്ടെങ്കിലും ബട്ട് അതൊക്കെ വ്യത്യാസങ്ങളായിട്ട് വരും. പിന്നെ പല രീതിയിലുള്ള മാമൽസ്, വാല്യബിൾ മാമൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കേപ്പബിൾ ഓഫ് ബീയിങ് ഷേപ്ഡ്. എങ്ങനെയൊക്കെ ഒരു കുപ്പിയിലേക്ക് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ ആ വെള്ളത്തിന് ആ കുപ്പിയുടെ ഷേപ്പ് വരുന്ന പറയില്ലേ, അതുപോലെ എന്ത് സിറ്റുവേഷൻ ആണോ ആ സിറ്റുവേഷനായിട്ട് അഡ്ജസ്റ്റഡ് ആകാൻ പറ്റുന്ന മാമൽസ് പിന്നീട് ഉണ്ടാകുന്നത്. അങ്ങനെയാണ് ഓരോ പുതിയ പുതിയ ജീവജാലങ്ങൾ ഉണ്ടായി വന്നത്. അപ്പൊ ഈ അഡാപ്റ്റേഷൻ അത്യാവശ്യമാണെന്നാണ് പറയുന്നത്. അഡാപ്റ്റേഷൻ എല്ലാ രീതിയിലും അത്യാവശ്യമാണ്. ഒരു അതിന് നമ്മൾ എല്ലാ മനുഷ്യരിലും ഹോമും ഉണ്ട്, ന്യൂമും ഉണ്ട്. ഈ ഹോം എന്ന് പറയുന്നത് വൈറ്റൽ എനർജിയാണ്. ഈ വൈറ്റൽ എനർജി നെഗറ്റീവ് ഫേസസിലേക്ക് പോകാതെ അതിനെ പോസിറ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിലേക്ക് തിരിച്ചു എടുക്കുക എന്നുള്ളതാണ് ഡെവലപ്മെന്റിന്റെ കേസിൽ നമ്മൾ ചെയ്യേണ്ടതെന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. അതുകൊണ്ട് മോണ്ടിസോറി ഇതിനെ എപ്പോഴും അൺകോൺഷ്യസ് ആയിട്ടുള്ള മെമ്മറി ആയിട്ട് കണക്ട് ചെയ്യും. നമ്മൾ പല കാര്യങ്ങളും ഒരു 0 to 3 years കുട്ടിക്ക് പല കാര്യങ്ങളും അച്ചീവ് ചെയ്യുന്നുണ്ട്. മീൻസ് പല കാര്യങ്ങളും അത് അബ്സോർബ് ചെയ്തെടുക്കുന്നുണ്ട്, ഒരു പിക്ചർ എടുക്കുന്ന പോലെ തന്നെ. അപ്പൊ അങ്ങനെ അൺകോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് അതിന് ഹോർമോണുമായിട്ട് കണക്ട് ചെയ്യും. ജീൻസും ഹോർമോൺസും അതെല്ലാം ത്രൂ ജനറേഷൻ പാരന്റ്സ് സൈഡിൽ നിന്നും
സൈഡിൽ നിന്ന് വരുന്നതാണ്. അതിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റില്ല. പക്ഷെ ആ എനർജി വി ക്യാൻ യൂസ് ഫോർ ദ ഡെവലപ്മെന്റ്. അതാണ് മോണ്ടിസോറിയുടെ ഒരു കണ്ടുപിടുത്തം. പ്ലാന്റ്സും ഇതുപോലെ തന്നെ അഡാപ്റ്റബിൾ ആണെന്നാണ് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാല് ചില സമയത്ത് നല്ല വെയിലാണെങ്കിലും, കത്തിക്കരിയുന്ന വെയിലാണെങ്കിലും സംടൈംസ് സ്റ്റേബിൾ അതിങ്ങനെ എന്താ പറയാ അതിജീവിച്ചു പോകുമെന്ന് പറയില്ല. എന്റെ വീടിന്റെ മുറ്റത്ത് നിറയെ ഈ ചെടികളാണ്. വാടാമല്ലി, അതായത് ഓണത്തിന് പൂവിട്ട് കഴിയുമ്പോൾ ഈ അതിങ്ങനെ ഒരു ഭാഗത്ത് കൊണ്ടുപോയി ഇടും. പക്ഷെ മഴ വന്ന് വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒഴുകുമ്പോൾ, ഞാൻ ടൈൽസ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ, ടൈൽസ് ഒന്നും താല്പര്യമില്ലാത്ത അങ്ങനെ ഫുൾ മണ്ണിട്ടിട്ട് അതിന്റെ മുകളിൽ ടോപ്പിംഗ് ആയിട്ട് ചരല് വിരിച്ചിരിക്കും. എല്ലായിടത്തും ഈ സാധനം വളർന്നിരിക്കുവാണ്. അവിടെയൊക്കെ ആയിട്ട് ഈ എന്താ പറയാ വാടാമല്ലി അങ്ങനെ എന്താ പറയില്ല അത്. അപ്പൊ പലപ്പോഴും വണ്ടി, കാറ്, ബൈക്ക്, ഓട്ടോ ഒക്കെ ഇതിന്റെ മുകളിലൂടെ കയറി ഇറങ്ങും. പക്ഷെ എന്നാലും അത് എണീറ്റ് വരും, അതിജീവിച്ച് വരുന്ന പോലെ തന്നെ. ഒരു പ്രശ്നം അതിന് പറ്റില്ല. അപ്പൊ അതാ പറയാ അഡാപ്റ്റ് ചെയ്യുന്നു. അപ്പൊ പ്ലാന്റ്സിന് ആ ഒരു അഡാപ്റ്റേഷൻ കഴിവുണ്ടെന്നുള്ളതാണ് പറയുന്നത്. അപ്പം അത് വളർന്നുകൊണ്ട് വരുന്നവരുടെ അഡാപ്റ്റേഷൻ പറ്റും. പ്രായമായ ആൾക്കാരോട് അഡ്ജസ്റ്റ് എന്ന് പറയില്ലേ, പ്രായമായവരെ മാറ്റാൻ ബുദ്ധിമുട്ടാ, നമുക്ക് മാറാം എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നു. അതാണ് പറയുന്നത്. ഈ ലെസൺ ഇന്ന് തീരും തോന്നുന്നില്ല അല്ലെ? സോ അങ്ങനെ കുറെ കാര്യങ്ങള് വരുന്നുണ്ട്. അങ്ങനെ കുറെ അഡാപ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റം. അതായത് നമ്മള് ഭയങ്കരമായിട്ട് കോംപ്രമൈസ് സിറ്റുവേഷൻ അനുസരിച്ച് നമ്മൾ അതുമായിട്ട് അഡ്ജസ്റ്റഡ് ആവണം. ഫോർ എക്സാമ്പിൾ, ഒരു വെള്ളത്തിന് സ്കേഴ്സിറ്റി ആവുന്നു. വേനൽക്കാലം വരുമ്പോൾ നമുക്ക് വെള്ളം കുറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? സിറ്റുവേഷനുമായിട്ട് നമ്മൾ അഡാപ്റ്റഡ് ആവും. കാരണം അഡാപ്റ്റഡ് ആയില്ലെങ്കിൽ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് എന്ന് വരുന്നത്. അഡ്ജസ്റ്റബിൾ എന്നുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കോംപ്രമൈസ്. അഡ്ജസ്റ്റബിൾ ഉപയോഗിക്കാത്തതിന് കാരണം നമ്മൾ വഴങ്ങുക എന്നുള്ളതല്ല ഇവിടെ മീനിങ്. അതായത് നമ്മളൊരു സ്ലേവിനെ പോലെ ആവുക എന്നുള്ളതല്ല. ആ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ ചെയ്താലാണ് ഇറ്റ്സ് ബെറ്റർ ഫീൽ വരുമ്പോ അതുമായിട്ട് പോകില്ല. അതാണ് കോംപ്രമൈസും അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ള പറഞ്ഞാൽ ഡിഫറെന്റ് അല്ലേ? നമ്മളൊന്ന് താന്നു കൊടുക്കുക. സഹകരിച്ച് പോകുക. അതെ, സൊസൈറ്റിയൽ നീഡ്സിനനുസരിച്ച് സോഷ്യബിൾ ആയിട്ട് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ് അഡാപ്റ്റബിൾ എന്ന് പറയുന്നത്. അതേസമയം ഒരാളെ പേടിച്ച് കോംപ്രമൈസ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് അയാളുടെ മുന്നിൽ സ്ലേവ് പോലെ നിൽക്കുക, അങ്ങനത്തെ കാര്യമല്ല. തലകുനിച്ച് നിൽക്കുക അതല്ല. അതുകൊണ്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുക, കോംപ്രമൈസ് ചെയ്യുക എന്നുള്ള വാക്ക് അവിടെ ഉപയോഗിക്കാത്തത്. നമ്മൾ ആ സിറ്റുവേഷൻ വരുന്നതിനനുസരിച്ച് നമ്മൾ അതുമായിട്ട് അഡാപ്റ്റ് ചെയ്തു പോകും. ലൈക്ക് രാത്രി 8 മണി തുടങ്ങി 9 മണി വരെ നമ്മുടെ ക്ലാസ് ആണ്. ബട്ട് വി ഹാവ് സം അതർ തിങ്സ്. ആ ഒരു സമയത്ത് വേറൊരു കാര്യം ചെയ്യണം. അപ്പൊ ഏതിനാ പ്രയോറിറ്റി നമ്മൾ നോക്കും? ക്ലാസ്സിനാണോ? കുഞ്ഞിന് സുഖമില്ല, സോ വി ഹാവ് ടു ടേക്ക് കെയർ ഓഫ് അവർ കിഡ് അല്ലെ? അപ്പൊ നമ്മൾക്ക് പ്രയോറിറ്റി അതാണ്, നമ്മുടെ കുഞ്ഞിന്റെ കാര്യം നോക്കുക. വി ഹാവ് ഓപ്ഷൻ. നമുക്ക് ഇത് റെക്കോർഡ് ക്ലാസ് പിന്നീട് കാണാം, അല്ലെങ്കിൽ ക്ലാസ്സിലുള്ള ആരോടെങ്കിലും ചോദിക്കാം, അല്ലെങ്കിൽ ട്രെയിനറോട് ചോദിക്കാം. അങ്ങനെ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ഡെഫിനറ്റ്ലി നമ്മൾ കുട്ടിയെ ടേക്ക് കെയർ ചെയ്യാനായിട്ട് പോകും. അവിടെ നമ്മൾ ആ വരുന്ന സിറ്റുവേഷനായിട്ട് നമ്മൾ അഡാപ്റ്റബിൾ ആവുക. അവിടെ ഫോഴ്സ്ഫുള്ളി നമ്മൾ ചെയ്യുമല്ലോ. ദാറ്റ്സ് നമ്മളുടെ താല്പര്യത്തോടു കൂടി നമ്മൾ ചെയ്യുന്നത്. ദാറ്റ് ഈസ് അതാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ കുറെ കാര്യങ്ങള് ഇപ്പം ക്ലൈമറ്റ് വരുമ്പോ നമ്മൾ അതുമായിട്ട് അഡാപ്റ്റഡ് ആവുന്നത്. ഇപ്പം ഡിനോസേഴ്സിനൊന്നും ആ ക്ലൈമറ്റ് ചേഞ്ച് ഒട്ടും പറ്റാതെ വന്നു. അങ്ങനെയാണ് അവര് വംശനാശം സംഭവിക്കുകയാണ് ചെയ്യുന്നത്. പിന്നീട് വന്ന ജനറേഷൻ അവർക്ക് ആ ഒരു മാമൽസിന് ഏതൊരു സിറ്റുവേഷനുമായിട്ടും അഡ്ജസ്റ്റ് ആകാനായിട്ട് പറ്റും. കോൾഡ് ക്ലൈമറ്റ് ആണെങ്കിലും അങ്ങനെയുള്ള രീതിയിൽ ചെയ്യുന്നത്. അപ്പോ മനുഷ്യൻ അവരുടെ ഒരു ഹാബിറ്റാറ്റ്, അവർക്ക് താമസിക്കാനുള്ള സ്ഥലം എർത്തിൽ എവിടെ വേണമെങ്കിലും ഉണ്ടാക്കുന്നുണ്ടല്ലേ. സോ ഡെസേർട്ടിലുണ്ട്, തണുപ്പുള്ള സ്ഥലങ്ങളിലുണ്ട്. അപ്പൊ എവിടെയാണോ വീട്, ഇപ്പൊ ഡെസേർട്ടിലാകുമ്പോൾ ചൂടിൽ നിന്നും ഒരു പ്രൊട്ടക്ഷൻ കിട്ടുന്ന രീതിയിലുള്ളതായിരിക്കും. ആർട്ടിക്സ്, അതായത് തണുപ്പുള്ള ഏരിയകളിലാണെങ്കിൽ ആർട്ടിക് സർക്കിളിലൊക്കെ ആകുമ്പോൾ അവർ അതിനനുസരിച്ചുള്ള എന്തായാലും പറയുന്നത് ആ ഒരു ഇഗ്ലൂ അല്ലെ, അങ്ങനത്തെ ഒരു ഇതൊക്കെ ചെയ്തിട്ടൊക്കെയാണ്. അപ്പൊ ഉള്ളില് നല്ല ചൂട് കിട്ടുന്ന രീതിയിലുള്ള വീടുകളൊക്കെ ഉണ്ടാക്കി അങ്ങനെ താമസം. നമ്മുടെ ഇന്ത്യയിൽ തന്നെ പല ക്ലൈമറ്റുള്ള ഏരിയ ഉണ്ട്. ഹിമാചൽ പ്രദേശ്, ജമ്മു കാശ്മീർ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ, പിന്നെ രാജസ്ഥാൻ, ഗുജറാത്ത് അങ്ങനെയുള്ള ഡെസേർട്ട് ഏരിയ നോക്കുമ്പോൾ
അവിടെയൊക്കെ അവർ അതിനനുസരിച്ചായിരിക്കും അവരുടെ വീടുകൾ വയ്ക്കുക. രാജസ്ഥാനിൽ പൊതുവെ ചെടികളും ഒക്കെ കുറവാണല്ലോ. അവിടെ എപ്പോഴും ഇങ്ങനെ ഭയങ്കര സണ്ണിന്റെ ഒരു ഇതാണ്. അപ്പൊ അവര് എന്താ പറയാ, അവരുടെ വീടിനകത്ത് ഇങ്ങനെ ഉള്ള മിറർ കൊണ്ടുള്ള ഒരു ക്രാഫ്റ്റ് വർക്ക് ചെയ്ത് വെക്കും. മിററും ക്ലേ ഒക്കെ യൂസ് ചെയ്തിട്ട്. അപ്പൊ ശരിക്കും എന്ന് വെച്ചാൽ വീടിനുള്ളൊരു പോസിറ്റീവ് വൈബ് അവർക്ക് ഫീൽ ചെയ്യാൻ. കാരണം അവരെ സംബന്ധിച്ച് ഡെസേർട്ടാണ്, മരങ്ങളോ ഒന്നും കാണുന്നില്ല. അപ്പൊ ഇവർ ഈ ചെയ്യുന്ന വർക്കിൽ മിക്കവാറും എന്തെങ്കിലും പ്ലാന്റിന്റെ ഷേപ്പിലോ അല്ലെങ്കിൽ നിറയെ മിറർ ഒട്ടിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ബേർഡ്സിന്റെ ഷേപ്പിലോ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് മിറർ ഒട്ടിക്കും. എന്നിട്ട് ഈ സൂര്യൻ രശ്മി ഇപ്പം റൈസ് ചെയ്യുന്ന സമയത്താണ് കിട്ടുന്ന രീതിയിൽ അവര് എന്താ പറയാ ഈസ്റ്റിലേക്ക് ഫേസ് ചെയ്ത് വെക്കുക. അതുപോലെ തന്നെ സൺസെറ്റ് ചെയ്യുന്ന സമയത്ത് കിട്ടാൻ അങ്ങനെ രണ്ട് സൈഡിലേക്ക് ആക്കിയിട്ട് അവർ വെക്കാറുണ്ട്. അപ്പൊ ഈ മിററിൽ വന്ന് ഈ ലൈറ്റ് അടിക്കുമ്പോഴേക്കും അതിങ്ങനെ റിഫ്ലക്ട് ചെയ്ത് വീടിനുള്ളിൽ ഒരു പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യുന്നൊക്കെ ഒരു കൺസെപ്റ്റിൽ അവർ ഓരോ ചെയ്ത് വെക്കാറുണ്ട്. ഓക്കെ, അപ്പൊ അതൊക്കെ ഓരോ ക്ലൈമറ്റും അതുപോലെ തന്നെ കൾച്ചറും അനുസരിച്ച് ആളുകൾ അവരുടെ എൻവയോൺമെന്റുമായിട്ട് അഡാപ്റ്റഡ് ആകുന്ന ഒരു രീതി. നെക്സ്റ്റ് കംസ് നെബുലി. നെബുലി എന്ന് പറഞ്ഞ ആക്ച്വലി ഇറ്റ് ഈസ് അത് ഈ സ്റ്റാർസ് ഒക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് ഉള്ള ഒരു ഡസ്റ്റ് ഗ്യാസിന്റെ അറ്റ്മോസ്ഫിയറിലുള്ള ഒരു വാസ്റ്റ് ക്വാണ്ടിറ്റീസ് ഓഫ് സബ്സ്റ്റൻസ് ആണ് സ്റ്റാർസ് ഫോം ചെയ്യുന്നതിന് മുമ്പ്. ഹൈഡ്രജൻ ഗ്യാസും അങ്ങനെയൊക്കെയുള്ള രീതിയിൽ വരുന്ന ഒരു ഇതാണ് നെബുല എന്ന് പറയുന്നത്. Cloud of dust and gas occupying the space between stars and acting as a nursery of new stars. പുതിയ സ്റ്റാർ രൂപം പ്രാപിക്കാൻ അവർക്കുള്ള ഒരു നഴ്സറി, അവരുടെ ഒരു ഹാബിറ്റാറ്റ് പോലത്തെ ഒരു സ്ഥലമാണ്. അപ്പം മറിയ മോണ്ടിസോറി ഇതിനെ ഹോമുമായിട്ട് കണക്ട് ചെയ്തു. ആ ഒരു നെബുല എന്നുള്ളതിനെ ഒരു ഹോമുമായിട്ട് കണക്ട് ചെയ്യുകയാണ് ചെയ്തത്. ആക്ച്വലി നെബുല എന്നുള്ള വേർഡ് നമ്മളുടെ ഹോം എന്നുള്ള വൈറ്റൽ എനർജിയുമായിട്ട് കണക്ട് ചെയ്യാണ്. അതായത് പുതിയ പുതിയ കുറെ സ്റ്റാർസ് വരാനുള്ള ഒരു സ്പേസ് ഉള്ള രീതിയിൽ. നെബുല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൺകോൺഷ്യസ് ആയിട്ട്, നമ്മൾ എന്നെയും പറഞ്ഞില്ലേ അൺകോൺഷ്യസ് മെമ്മറി. അപ്പൊ അൺകോൺഷ്യസ് ആയിട്ടുള്ള ഒരു ഇന്റലിജൻസ് ആണ് ഓഫ് ഹോം. നെബുല എന്ന് പറഞ്ഞാൽ കുറെ പാർട്ടിക്കിൾസ് എല്ലാം കൂടെ ചേർന്ന ഒരു ഗ്രൂപ്പ്, അതാണ് നെബുല എന്ന് ഉദ്ദേശിക്കുന്നത്. ഇതിനെ ബ്രേക്ക് ഓഫ് ചെയ്ത് കംപ്രസ് ചെയ്ത് പുതിയ സ്റ്റാർസിന് വേണ്ടുന്ന ഒരു വീട്, നഴ്സറിയാണ് നെബുല എന്ന് പറയുന്നത്. പുതിയതായിട്ട് ഒരു സ്റ്റാർസിനെ ഫോം ചെയ്യിക്കാനായിട്ട് ഉള്ള ഒരു അൺകോൺഷ്യസ് ഇന്റലിജൻസ്, ഹോമിന്റെ ഒരു ഇന്റലിജൻസ് ആണ് നെബുല എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പല വേർഡുമായിട്ട് കണക്ട് ചെയ്യുന്നേ ഉള്ളൂ. നമുക്ക് ആക്ച്വലി ഹോം, നെയിം, നെബുല ഈ വേർഡുകളാണ് മോണ്ടിസോറി ടേമിലായിട്ട് വരുന്നത്. അതായത് നമുക്കറിയാം, ഒരു കുട്ടി ജനിച്ചു വരുമ്പോ തന്നെ അതിന് ലാംഗ്വേജ് അറിയുന്നില്ല. ബട്ട് ആ ലാംഗ്വേജ് പഠിക്കാനുള്ള പൊട്ടൻഷ്യൽ അവനിലുണ്ട്. ഏത് ലാംഗ്വേജ് പഠിക്കാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. ആ ഒരു പൊട്ടൻഷ്യൽ കുട്ടിയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അവനെ അത് പഠിക്കാനായിട്ട് ഡ്രൈവ് ചെയ്യണം, നമ്മളൊന്ന് പുഷ് ചെയ്യണം. പുഷ് ചെയ്യുന്ന ഒരു വൈറ്റൽ ഫോഴ്സ്, ദാറ്റ് ഇസ് ഹോം. അങ്ങനെ അത് അവൻ ചുറ്റുമുള്ള എൻവയോൺമെന്റിൽ നിന്നാണ് അവൻ പലപ്പോഴും ഈ ഒരു ലാംഗ്വേജ് പഠിക്കുന്നത്. ഏതൊരു ക്ലാസ്സിൽ ഇങ്ങനെ പറയണ്ടേ, ഈ കുട്ടികൾ ഇങ്ങനെ ഹിന്ദി സീരിയലുകളും അങ്ങനെയൊക്കെ ചെറുപ്പത്തിൽ കണ്ട് വീട്ടില് ജോലിക്ക് വരുന്ന ഈ നോർത്ത് ഇന്ത്യൻസ് അവരോട് നല്ല പോലെ ഹിന്ദി സംസാരിക്കുന്നു. അപ്പൊ അവരുടെ ആ ഒരു എൻവയോൺമെന്റ്, സംടൈംസ് ദേ ആർ ഫോഴ്സ് ടു സീ ദ സീരിയൽസ്. അവരുടെ ചേച്ചി ചിലപ്പോ അതിന്റെ ഭയങ്കര ഒരു ഫാൻ ആയിരിക്കാം ഹിന്ദി സീരിയൽസിന്റെ. TV ഓൺ ചെയ്യുമ്പോൾ വേറൊന്നും ഓൺ ചെയ്യാൻ സമ്മതിക്കില്ലെങ്കിൽ ഫോഴ്സ്ഫുള്ളി അതിരുന്ന് കാണേണ്ടതായിട്ട് വരുമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ഫോഴ്സ്ഫുള്ളി കാണേണ്ടതായി വന്ന കുട്ടിയുടെ കാര്യത്തെ എന്ന് ക്ലാസ്സിൽ ആരോ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ലാംഗ്വേജ് അവിടെ ഫോം ചെയ്യുവാണ്. കാരണം അത് പഠിക്കാനുള്ള പൊട്ടൻഷ്യൽ കുട്ടിയിലുണ്ട്, ദാറ്റ് ഇസ് ഹോം. അത് യൂസ് ചെയ്തിട്ട് കുട്ടി ആ ലാംഗ്വേജ് പഠിക്കുകയാണ്. അപ്പൊ അങ്ങനെ വരുന്നു. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് നമ്മളെ വളരെ ഈസി ആയിട്ട് പഠിക്കും. വേറൊരു ലാംഗ്വേജ് പഠിക്കാനായിരിക്കും ചിലപ്പോൾ കുറച്ചുകൂടി ഒന്ന് ബുദ്ധിമുട്ട് ഉണ്ടാവുന്നത്. ഏറ്റവും കൂടുതൽ നമ്മൾ കേൾക്കുന്നത്, യൂസ് ചെയ്യുന്നത്, അത് പെട്ടെന്ന് പഠിക്കും. കുറെ ഇൻസ്റ്റിങ്ക്റ്റ് ഇതുപോലുള്ള പാറ്റേൺസ്, ഇതുപോലുള്ള നെബുലാസ്, ഇതുപോലെ കുറെ നെബുല എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് ഓഫ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആണ്. അപ്പൊ അത് നമ്മുടെ കുറെ അൺകോൺഷ്യസ് ആയിട്ടുള്ള ഇന്റലിജൻസുമായിട്ട് കണക്ട് ചെയ്യുവാണ്. അങ്ങനെ പല കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് ഉള്ള കുറെ ഇൻസ്റ്റിങ്ക്റ്റ്
ഊർജം, ആ ഒരു ഏർജ്, ഒരു ത്വര എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത് കുട്ടികളിൽ ഉണ്ടായിരിക്കും. എനിക്ക് തോന്നുന്നില്ല നിങ്ങളുടെ ഈ ഒരു ചാപ്റ്റർ എനിക്ക് തീർക്കാൻ പറ്റുന്ന. സോ നമ്മൾ ആ കഴിഞ്ഞ എവിടം വരെ തീർന്നോ ആ ഒരു പോർഷൻ വരെയായിട്ട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവുള്ളൂ ഇനി ക്ലാസ് ഇല്ലെങ്കിൽ. അതായത് നെബുലയ്ക്ക് മുമ്പ് നിങ്ങൾ ഇതിനകത്ത് അറിയേണ്ടത് അഡാപ്ഷൻ, ഡെവലപ്മെന്റ്, എഡ്യൂക്കേഷൻ, ദെൻ ഹോം ആൻഡ് നീഡ്. ഹോം എന്ന് പറയുന്നത് ഇറ്റ്സ് എ വൈറ്റൽ ഫോഴ്സ് ടു ടു പുഷിങ് എനി ആക്ടിവിറ്റീസ് ഓർ ഡൂയിങ് എനി ആക്ടിവിറ്റീസ്. അതിനെ പുഷ് ചെയ്യുന്ന ഒരു വൈറ്റൽ ഫോഴ്സ്. ഹോർമോൺസ് ജീൻസുമായിട്ട് കണക്റ്റഡ് ആണ്. അത് നമ്മളുടെ പാരന്റ്സിന്റെ സൈഡിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. ബട്ട് വി ക്യാൻ യൂസ് ദിസ് വൈറ്റൽ ഫോഴ്സ് ടു ഡു സം പോസിറ്റീവ് ആക്ടിവിറ്റി. അതാണ് മറിയാൻ വേണ്ടി സോറി പറഞ്ഞത്. നീ എന്ന് പറയുന്നത് അൺകോൺഷ്യസ് മെമ്മറിയാണ്. അൺകോൺഷ്യസ് മെമ്മറി ആണെങ്കിലും ആ സമയത്തും പല കാര്യങ്ങളും ഇങ്ങനെ കുട്ടി എടുക്കുന്നു. ഫോർ എക്സാമ്പിൾ ലാംഗ്വേജ്. 1.5 വയസ്സ് 1 വയസ്സൊക്കെ ആകുമ്പോൾ അതിന്റെ ചുറ്റുമുള്ള ആളുകൾ സംസാരിക്കുന്നത് പലതും അത് കേൾക്കുമ്പോൾ അത് തന്നെ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. നമ്മൾ ആ 3 ഇയേഴ്സ് വരെയും പഠിക്കുന്ന ചിലപ്പോൾ നമ്മളുടേതായ ചില സൗണ്ടുകളും വാക്കുകളും ഉണ്ടാവും. അതായിരിക്കില്ല ആഫ്റ്റർ 3 ഇയേഴ്സ് നമ്മൾ ഉപയോഗിക്കുന്നതിന്. പിന്നെ ആഫ്റ്റർ 3 ഇയേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ അന്ന് പറഞ്ഞ വേർഡ്സ് ഒക്കെ ആരെങ്കിലും ഓർമ്മിപ്പിച്ചാൽ പോലും നമുക്ക് ഓർമ്മയുണ്ടാവില്ല. കാരണം ആ ഒരു സമയത്ത് അൺകോൺഷ്യസ് മെമ്മറി എന്നുള്ള ആ ഒരു സ്റ്റേജിലാണ്. ഞാൻ ചെറുപ്പത്തിൽ ചിലപ്പോ ഏതെങ്കിലും ഒരു സാധനത്തിന് വേറെ എന്തെങ്കിലും പേരായിരിക്കും പറയുന്നത്. നമ്മൾക്കത് ഓർമ്മയുണ്ടാവില്ല, വേറെ ആരെങ്കിലും പറയുമായിരിക്കും നമ്മൾ അങ്ങനെ പറഞ്ഞിരുന്നു. ബട്ട് നമുക്കത് ഓർമ്മയില്ല. അതാണ് ആ ഒരു സമയത്ത് നമ്മൾ ലാംഗ്വേജ് പഠിക്കുന്നുണ്ട്. ബട്ട് വി ഹാവ് സർട്ടൻ വേർഡ്സ് ഫോർ സർട്ടൻ തിങ്സ്. ശരിക്കും അങ്ങനെ ഒരു വേർഡ് ഡിക്ഷണറിയിലൊന്നും ഉണ്ടാവില്ല. ബട്ട് വി ആർ യൂസിങ് ദാറ്റ്, അല്ലെ? ഈവൻ അച്ഛനെയും അമ്മേനെയും വിളിക്കുന്ന തന്നെ നമ്മളുടേതായ രീതിയിൽ എന്തെങ്കിലും ഒരു വാക്കായിരിക്കാം. ചിലപ്പോ അല്ലാതെ വിളിക്കുന്നവരുണ്ടാവും. അതാണ് ഈ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ യൂണിറ്റിൽ അറിഞ്ഞാൽ മതി. ഇനി ക്ലാസ് ഇല്ലെങ്കിൽ എക്സാമിന് വേണ്ടിയിട്ട് കേട്ടോ, അതായത് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. ശരി ഒരു ഡ്രൈ ആണ് ഈ മോണ്ടിസോറി ടേംസ് പറയുന്നത്. കാരണം ഗ്രീക്ക് ലാറ്റിൻ വേർഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. അത് നമ്മുടെ സാധാരണ കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് കുറെ നോക്കുന്നു. അതൊക്കെയുള്ളൂ. സബ് കോൺഷ്യസ് മൈൻഡും അങ്ങനത്തെ കുറെ കാര്യങ്ങൾ, നമ്മളുടെ കുറെ ട്രെയ്റ്റ്സ്, ആളുകളിൽ ഉണ്ടാകുന്ന പല ട്രെയ്റ്റ്സ് ഒക്കെയാണ് ഇനിയുള്ളത്. ചിലപ്പോ ഒന്നുമില്ലാതിരുന്ന് വായിക്കുമ്പോൾ പെട്ടെന്ന് അത് പിടികിട്ടാൻ ഇച്ചിരി പാടായിരിക്കും. സോ നമുക്ക് അത്രയും കാര്യങ്ങൾ മതി എക്സാം. പിന്നെ അശ്വതി മിസ് പാർട്ട് 4 എവിടെ വെച്ചാണ് നിർത്തുന്നത് അത്രയുമായിരിക്കും എക്സാമിന് ഉണ്ടാവുക. ഇനി അഥവാ ഇനി ഒരു ക്ലാസ്സും കൂടെ എടുത്തോളാൻ പറയുകയാണെങ്കിൽ വി ക്യാൻ കംപ്ലീറ്റ്. ഓക്കെ. അപ്പൊ ഇൻ ബിറ്റ്വീൻ ഡേറ്റ് മാറ്റിയില്ലേ ടീച്ചറെ? മാറ്റിയത് എനിക്ക് സുജാത പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞില്ലായിരുന്നു കേട്ടോ. 27th അതേതായാലും നന്നായി. 10 ദിവസം നിങ്ങൾ യാത്രകളൊന്നും പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല. ഇല്ല. വെക്കേഷനാകുമ്പോ കുട്ടികളൊക്കെ ആയിട്ട് ഔട്ടിംഗ് ഒക്കെ പ്ലാൻ ചെയ്തവരുണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ്. എനിക്ക് അങ്ങനെയുള്ളവരുണ്ട്. എന്റെ ഹസ്ബൻഡ് വരുന്നുണ്ട്, ലീവിന് വരുന്നുണ്ട്. ഞാൻ ക്രിസ്ത്യനാണ്. ക്രിസ്മസ് ഉണ്ട്, അത് കല്യാണം ഉണ്ട്. അതൊക്കെ ഞങ്ങക്ക് കൊളായി. ഇപ്പൊ മുന്നേ നടക്കായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. ഒരാൾക്ക് പറ്റുമ്പോ ഒരാൾക്ക് പറ്റില്ല, അതാണ് ഒരു പ്രശ്നം. സാരമില്ല. സോ ആ ഒരു ടൈമില് അവരൊക്കെ വരുന്നതിന് മുമ്പ് ഈ ഫംഗ്ഷന് മുമ്പ് എല്ലാം നേരത്തെ തീർത്ത് വെക്കാം. ടാസ്ക് ആയിട്ട് തന്നെ എടുത്തിട്ട് അതൊന്ന് തീർത്ത് വെക്കാം. ആ സമയത്ത് എഴുതിയാ മതിയല്ലോ. നൈറ്റിലല്ലേ, നമ്മുടെ പകലുള്ള ആക്ടിവിറ്റീസിനെ ഒന്നും ബാധിക്കില്ലല്ലോ. ഒന്നുമില്ലല്ലോ. എനിക്ക് തോന്നുന്നു എന്നാണോ അറിയില്ല, 14 തുടങ്ങി നിങ്ങൾക്ക് സ്റ്റഡി ലീവ് എന്നാണ് പറഞ്ഞത്. ഇനിയിപ്പം ഡേറ്റ് മാറ്റിയതുകൊണ്ടൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. എനിക്കൊരു കൺഫർമേഷനും വന്നിട്ടില്ല. ഓക്കെ. സോ നോക്കൂ, എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചാൽ മതി. സോ എക്സാം ആണ് ഇനി അടുത്തതെങ്കിൽ ഓൾ ദ ബെസ്റ്റ് എല്ലാവർക്കും. താങ്ക് യു മാം. Thank you, ma'am. Bye. മാം, അന്നൊരു കമ്മ്യൂണിക്കേഷൻ എക്സ്ട്രാ നോട്ട്സ് തരാന്ന് പറഞ്ഞിരുന്നില്ലേ മാം? PDF അല്ലാണ്ട് കുറച്ചും കൂടെ കമ്മ്യൂണിക്കേഷന്റെ പാർട്ട് 4 കമ്മ്യൂണിക്കേഷൻ ഇല്ലേ? പാർട്ട് 4 കമ്മ്യൂണിക്കേഷൻ അശ്വതി മിസ് എടുത്തത്. അപ്പൊ ഒരു ദിവസം മാം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു അതിന്റെ എന്തോ എക്സ്ട്രാ നോട്ട് ഉണ്ട് മാം, അത് ക്ലാസ് റൂമിൽ ഇട്ടേക്കാം എന്ന് പറയുന്നുണ്ടായിരുന്നു.
അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒന്ന് ഓർക്കട്ടെ കേട്ടോ ശില്പ, ഇപ്പൊ പെട്ടെന്ന് വെച്ചപ്പോ എനിക്ക് ഓർമ്മയില്ല. ഞാൻ നോക്കട്ടെ കേട്ടോ. ഞാൻ ഫുഡ് കഴിച്ചു. ഹസ്ബൻഡിന്റെ പനി, അതായത് ഒരു കൊടംപുളി രസം ഉണ്ടാക്കണം, അതിനെ പറ്റി ആലോചിച്ചോണ്ടിരിക്കുന്നു. മാമിന്റെ സൗണ്ട് എന്തോ വേരിയേഷൻ തോന്നുന്നു ഇടയ്ക്ക്. അതെന്താന്നറിയോ, ഇന്ന് കണ്ടിന്യൂസ് ക്ലാസ് ആയിരുന്നു. ഇന്ന് നമ്മളുടെ ഓഫീസിലെ ഒരു സ്റ്റാഫിന് സുഖമില്ലാതായി, അപ്പൊ അതിന്റെ ക്ലാസ് എടുക്കണ്ടോന്ന് അങ്ങനെ കണ്ടിന്യൂസ് 10:30 തുടങ്ങി 2:30 വരെ ക്ലാസ്സിലായിരുന്നു. മാം റെസ്റ്റ് ചെയ്യോ, വോയിസ് റെസ്റ്റ് ചെയ്യോ? അതുകൊണ്ട് നമ്മള് രാത്രി കൂടെ, പിന്നെ വീട്ടില് കണ്ടിന്യൂസ് ഞാൻ വർത്തമാനം പറയുന്ന ഒരാളാ. അതെയോ? ശരി മാം, ഗുഡ് നൈറ്റ് മാം.